ഗുഡ് മോർണിംഗ്. ഓപ്പണിംഗ് അവേഴ്സ് വിത്ത് മൈഫിൻ്റെ ഒരു പുതിയ സെഷൻ ആരംഭിക്കുകയാണ്. മൈഫിൻ റിസർച്ച് ഹെഡ് സൂരജ് സാറാണ് കൂടെയുള്ളത്. ഗുഡ് മോർണിംഗ് സൂരജ് സർ. ഹാപ്പി മോർണിംഗ് ജാസ്മിൻ. ഏതായാലും നമുക്ക് ഇന്ന് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ആദ്യം തന്നെ മാർക്കറ്റിൻ്റെ ഒരു ഔട്ട്ലുക്ക് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ 24,939 എന്നുള്ളൊരു നിലവാരത്തിൽ ഇന്നൊരു പോസിറ്റീവ് ടോണിലാണ് മാർക്കറ്റ് തുടങ്ങിയിട്ടുള്ളത്. 86 പോയിന്റുകളുടെ ഒരു മുന്നേറ്റം ആദ്യ മിനിറ്റുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇസ്രായേൽ ഇറാൻ സംഘർഷം തന്നെയാണ് ഏറ്റവും അധികം ചർച്ചയാകുന്നത്, വിപണികളുടെ ഗതി നിർണ്ണയിക്കുന്നത്. അതിൽ ആഗോള വിപണികളുടെ ഒരു ഹാൻഡ് ഓവേഴ്സ് നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ അമേരിക്കൻ യൂറോപ്യൻ മാർക്കറ്റുകളിലൊക്കെ തന്നെ ഒരു ഇടിവാണ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഒപ്പം തന്നെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിലും കൃത്യമായിട്ടുള്ള ഒരു ഡയറക്ഷൻ സ്വീകരിക്കാനാകാതെ ഉള്ള ഒരു നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അല്ലേ ജാസ്മിൻ? ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇന്നലെയും അത് കോട്ട് ചെയ്ത് എടുത്ത് പറഞ്ഞത്, അതായത് മാർക്കറ്റ് ലുക്സ് വെരി ടയേർഡ്, വളരെ ക്ഷീണിതനാണ് മാർക്കറ്റ്. എന്നാൽ തന്നെയും മാർക്കറ്റിൻ്റെ റെസ്പോൺസ് കണ്ടിട്ട് ഭയങ്കരമായിട്ട് സർപ്രൈസ്ഡ് ആണ് ഞാൻ. കാര്യം വെച്ചാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, ട്രംപിൻ്റെ ടാരിഫ് എന്ന് പറഞ്ഞാൽ ടാരിഫിൽ തന്നെ എത്രത്തോളമാണ് മാർക്കറ്റ് കറക്റ്റ് ചെയ്തതെന്ന് നമുക്ക് ആലോചിക്കാം. പക്ഷേ എന്നാൽ ഇത്രയും നെഗറ്റീവ്സ് നമ്മൾ ഇന്നലെ പറഞ്ഞ ഏതാണ്ട് 59 ഓൺഗോയിങ് വലുതും ചെറുതുമായിട്ട് 59 വാർസ് ലോകമെമ്പാടും നടക്കുന്നു. എന്നിട്ട് മാർക്കറ്റ് അതിനനുസരിച്ചുള്ള നെഗറ്റീവ് മൂവ്മെൻറ്റ് ഇതുവരെ നടത്തിയില്ല എന്നുള്ള ശരിക്കും പറഞ്ഞാൽ അവിടെയാണ് സർപ്രൈസ്ഡ് ആയിട്ട് നിൽക്കുന്നതെന്ന് പറയുന്നത്. എങ്കിലും മാർക്കറ്റ് ഈ പറയുന്ന പോലെ ഇന്ത്യൻ മാർക്കറ്റിനെ നോക്കുകയാണെങ്കിലും US മാർക്കറ്റിനെ നോക്കുകയാണെങ്കിലും ഒരു കൺസോൾട്ടേഷൻ മോഡിൽ തന്നെയാണ് അത് പോകണമെന്നുള്ളത്. ഒരിടയ്ക്ക് അതൊരു ഹയർ ലെവലിൽ ലോവർ ലെവലിൽ കൺസോൾട്ട് ചെയ്തതിന് ശേഷം ഹയർ ലെവലിൽ കൺസോൾട്ടേറ്റ് ചെയ്ത് വന്നപ്പോഴായിരുന്നു ഈ വാറിൻ്റെ ഒരു ഇത് വന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും നമ്മളെ പുഷ് ബാക്ക് ചെയ്ത് ലോവർ ലെവൽ കൺസോൾട്ടേഷൻ ലെവലിൽ തന്നെ നിൽക്കുകയാണ്. അവിടുന്ന് അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ എന്നുള്ളത് ഇപ്പോഴും നമുക്കൊരു ധാരണയോ അല്ലെങ്കിൽ ഒരു ഗൈഡൻസോ അല്ലെങ്കിൽ നമുക്കൊരു ഒരു ഡയറക്ഷനോ നമുക്ക് മാർക്കറ്റിൽ കിട്ടിയിട്ടില്ല. തീർച്ചയായിട്ടും മാർക്കറ്റിനെ ഇത് ഡ്രൈവ് ചെയ്യുന്നത് ഇപ്പം മാർക്കറ്റ് കംപ്ലീറ്റ് ഓയിൽ ട്രേഡേഴ്സിൻ്റെ കയ്യിലാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണോ സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ ട്രേഡ് ചെയ്യണത്, അതേപോലെ കമ്മോഡിറ്റിക്ക് വലിയൊരു മാർക്കറ്റ് ഉണ്ട് ലോകമെമ്പാടും. അതിലൊരു മെയിൻ ഒരു ട്രേഡിങ് കമ്മോഡിറ്റിയാണ് ഈ പറയുന്ന ക്രൂഡ് എന്ന് പറയുന്നത്. ഈ ക്രൂഡിൻ്റെ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റേഴ്സ് പോലെയൊന്നുമല്ല. ഇറ്റ് ഈസ് എ ഹ്യൂജ് സിസ്റ്റംസ് എന്ന് പറഞ്ഞാൽ കൺട്രീസ്, സോവറിൻ ഗവൺമെൻറ്റ്സ്, ഈവൻ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കേഴ്സ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് നേഷൻസ് എല്ലാവരും ട്രേഡ് ചെയ്യുന്ന ഒരു വലിയൊരു കമ്മോഡിറ്റിയാണ് ക്രൂഡ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ക്രൂഡ് ട്രേഡേഴ്സിൻ്റെ കയ്യിലാണ് ഇപ്പോൾ ഗ്ലോബൽ ട്രേഡും ഗ്ലോബൽ സ്റ്റോക്ക് മാർക്കറ്റും ഒക്കെ നിൽക്കുന്നത്. എങ്ങനെയാണ് ക്രൂഡ് ബിഹേവ് ചെയ്യണമെന്നുള്ളത്? ഇപ്പോൾ ക്രൂഡ് ബിഹേവ് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആണ് അല്ലേ. അപ്പോൾ ഈ പറയുന്ന പോലെ സപ്ലൈ കുറയുകയും ഡിമാൻഡ് കൂടുകയും ചെയ്യുമ്പോൾ ക്രൂഡിൻ്റെ വില കൂടുമെന്നാണ്. ബട്ട് ഇങ്ങനത്തെ സാഹചര്യങ്ങളിലൊന്നും ക്രൂഡിനെ നിശ്ചയിക്കുന്നത് അങ്ങനത്തെ ഫാക്ടേഴ്സ് അല്ല. അതായത് ഒരു റിയൽ പ്രൈസ് ഡിസ്കവറി മെക്കാനിസം ഒന്നും ക്രൂഡിൽ ഇപ്പോൾ നടക്കുന്നില്ല. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ക്രൂഡ് നമ്മൾ ഈ പറയുന്നില്ല, ഈ വാറിനൊക്കെ മുമ്പ് ഇപ്പം നമ്മൾ വളരെ തമാശയ്ക്ക് നമ്മൾ പറയും ഈ പറയുന്ന ഇസ്രായേൽ ഇറാനിൻ്റെയൊക്കെയുള്ള അറ്റാക്ക് തീർച്ചയായിട്ടും US ആയിട്ട് കൺസൾട്ട് ചെയ്തിട്ടാണ്, ഒരു കൊല്ലമായിട്ട് ഇതിന് പ്രിപ്പറേഷനാണ് എന്നൊക്കെയാണല്ലോ ഈ ജിയോ പൊളിറ്റിക്കൽ അനാലിസിസിൽ നിന്ന് പലരും ഡിഫൻസ് എക്സ്പേർട്സ് ഒക്കെ പറയുന്നത്. അപ്പോൾ എന്നു മുതലേ ഈ ക്രൂഡ് കയറും എന്നുള്ളൊരു ഇൻഫർമേഷൻ സെലക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് അറിയാമായിരുന്നു. അപ്പോൾ ഇതിനുള്ള സ്റ്റാൻസ് ഒക്കെ പലരും മാർക്കറ്റിൽ എടുത്തു കഴിഞ്ഞു. അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കാം ചിലപ്പോൾ ക്രൂഡ് ഇതിന് മുമ്പ് ഏതാണ്ട് $62 വരെ വന്നു, ഇപ്പോൾ ഏതാണ്ട് $76 വരെയായി. ഈ ട്രേഡിങ്ങും അതായത് ഈ പറയുന്ന മാർക്കറ്റിലുള്ള കളികളൊക്കെ ചിലപ്പോൾ നേരത്തെ ഡിസൈൻ ചെയ്ത ഒരു സ്ക്രിപ്റ്റിൽ തന്നെ ആയിരിക്കാം എന്നുള്ള നമുക്കറിയാം. ഈ ക്രൂഡിൻ്റെയൊക്കെ എന്നറിയോ, ഈ ക്രൂഡൊക്കെ ശരിക്കും പറഞ്ഞാൽ വില കുറഞ്ഞിരിക്കുന്ന സമയത്ത് ഈ വേൾഡിലെ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കേഴ്സ് ഉണ്ടല്ലോ, വേൾഡിലെ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക് എന്ന് പറയുമ്പോൾ മോർഗൻ സ്റ്റാൻലി, ഗോൾഡ്മാൻ സാക്സ്, ബാങ്ക് ഓഫ് അമേരിക്ക, ഇവരൊക്കെ ഈ ക്രൂഡ് കാരിയേഴ്സ് ആയിട്ടുള്ള ഷിപ്പ് ചാർട്ടർ ചെയ്തിട്ടുള്ള ലാൻഡിൽ മാത്രമല്ല അവർ സ്റ്റോർ ചെയ്യുന്നത്, പല കടലിലൊക്കെ ഇങ്ങനെ ഷിപ്പ് ഇങ്ങനെ അടുക്കി അതിനകത്ത് സ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കും. ഒന്നാമത് ഈ കടലിലെ ഷിപ്പിൽ ഓയിൽ സ്റ്റോർ ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ലാൻഡിൽ സ്റ്റോർ ചെയ്യുന്നതിനേക്കാളും ചീപ്പാണ്. ലാൻഡിൽ സ്റ്റോർ ചെയ്യാന്ന് പറഞ്ഞാൽ അത്രമാത്രം സേഫ്റ്റി കൺസേൺ ഒക്കെ വേണമെന്നുള്ളതാണ്. അപ്പോൾ ഒരു ഷിപ്പ് എന്ന് പറഞ്ഞാൽ ഷിപ്പ് ഓൾറെഡി ഒരു സേഫ്റ്റി കൺസേണും ക്രൂഡ് കാരിയേഴ്സും ഒക്കെ ഉണ്ടല്ലോ, അതിൽ സൂക്ഷിച്ച് കടലുകളിൽ ഇടുന്ന ഒരു പ്രവണത നമ്മൾ പലപ്പോഴായിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ OPEC പോലുള്ള രാജ്യങ്ങളൊക്കെ ഒരു കാർട്ടലാണ്. അതായത് അവർക്ക് എപ്പോഴാണോ പൈസ വേണ്ടത് അപ്പോൾ ക്രൂഡിൻ്റെ പ്രൊഡക്ഷൻ കുറയും. ക്രൂഡിൻ്റെ പ്രൊഡക്ഷൻ കുറയുമ്പോൾ ഈ പറഞ്ഞ പോലെ വേൾഡിലെ ഡിമാൻഡ് കുറയാൻ പോണില്ലല്ലോ, ഡിമാൻഡ് കൂടി തന്നെ പോകും. ക്രൂഡിൻ്റെ സപ്ലൈ കുറയ്ക്കുമ്പോൾ ക്രൂഡിൻ്റെ വില കൂടും. അങ്ങനെ വളരെ മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ള ട്രേഡ്സും വലിയ ഇൻവെസ്റ്റേഴ്സിന് മാത്രം, അതായത് കൺട്രീസിനും ഗ്രൂപ്പ് ഓഫ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് കൺട്രീസിനും ഒക്കെ മാത്രം പറഞ്ഞിരിക്കുന്ന ട്രേഡാണ്. അവിടെ നമ്മളെ പോലത്തെ ചെറിയ മീനുകൾക്കൊന്നും ഒരു സ്ഥാനമൊന്നുമില്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് എന്തുകൊണ്ടാണ് ഇക്വിറ്റി മാർക്കറ്റ് നല്ലതെന്ന് പറയാൻ, നമുക്ക് ഈ സ്റ്റോക്ക് മാർക്കറ്റോ ഇൻഡെക്സോ മാത്രം നോക്കേണ്ട, ചെറിയ പോക്കറ്റ്സ് ഓഫ് വാല്യൂ, ചെറിയ സ്റ്റോക്കുകളൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഭേദപ്പെട്ട റിട്ടേൺ ഉണ്ടാക്കാം എന്നുള്ള. അപ്പോൾ അതൊരു വലിയ മാർക്കറ്റാണ്. ഏതായാലും ആ ട്രേഡേഴ്സാണ് ഇപ്പോൾ മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യണമെന്നുള്ള കാര്യം സംശയമില്ല. അപ്പോൾ ആ ഓയിലിൻ്റെ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ക്രൂഡിൻ്റെ മൂവ്മെൻറ്റ്
ഡിമാൻഡ് തന്നെ ആയിരിക്കും നമ്മുടെ മാർക്കറ്റിനെ ഡ്രൈവ് ചെയ്ത് മുന്നോട്ട് പോകണേ എന്നുള്ളതാണ്. പിന്നെ ഇന്നലെയൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ സംസാരിക്കുമ്പോണ്ടല്ലോ അമേരിക്കയിലുള്ള വോളറ്റിലിറ്റി ഇൻഡെക്സ് CBOE ഒന്ന് കൂൾ ഓഫ് ചെയ്തിട്ടാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്തത്. അങ്ങനെ തന്നെയായിരുന്നു ഡേറ്റയും. ബട്ട് ഓവർനൈറ്റ് ഈ പറയുന്ന പോലെ അത് ഏതാണ്ട് 13% കയറി എന്നുള്ള കാര്യം. ഓവർനൈറ്റിൽ എന്ത് സംഭവിച്ചു? ഓവർനൈറ്റിൽ ഈ പറയുന്ന പോലെ ഒരു രീതിയിലും ഈ ഇറാൻ-ഇസ്രായേൽ കോൺഫ്ലിക്റ്റ് കൂൾ ഓഫ് ചെയ്യുന്ന ഒരു സാഹചര്യവും കാണുന്നില്ല. പകരം അതിന് എന്താ പറയുക, എരുതിയിൽ എണ്ണ ഒഴിക്കാൻ വേണ്ടിയിട്ട് US കൂടെ അതിനകത്ത് പാർട്ടാവണു എന്നുള്ളതാണ് മനസ്സിലാവുന്നത് എന്നുള്ളത് നമുക്കറിയാം. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ S&P ഒക്കെ എന്താണ് ഒരു ചെറിയൊരു ഫ്ലാറ്റ് അല്ലേ, ഫ്ലാറ്റ് ടു പോസിറ്റീവിലാണ് അല്ലേ, ഫ്ലാറ്റ് ടു പോസിറ്റീവോ നെഗറ്റീവ് 0.48% എങ്ങാണ്ട് മൈനസ് ആയിരുന്നു S&P എന്നാണ് എൻ്റെ ഓർമ്മയിൽ. അപ്പോൾ അങ്ങനത്തെ രീതിയിലാണ് മാർക്കറ്റ് തന്നെ ട്രേഡ് ചെയ്തത് തന്നെ. ട്രംപ് നമുക്കറിയാം G7 കാനഡ മീറ്റിംഗിൽ നിന്ന് പെട്ടെന്ന് തന്നെ അവിടുന്ന് മാറുകയും ചെയ്തു. നമ്മുടെ പ്രൈം മിനിസ്റ്റർ അദ്ദേഹത്തിനെ കാണാൻ പറ്റില്ല. ഈ ട്രേഡ് ടാരിഫൊക്കെ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നോക്കിയിരുന്നത് അവിടെ വെച്ച് G7 മീറ്റിംഗിൽ വെച്ച് നമ്മുടെ പ്രൈം മിനിസ്റ്ററും ട്രംപിനും ഒന്ന് കാണാൻ പറ്റും. അത് നമ്മുടെ ട്രേഡ് ടാരിഫിനെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്നതാണ് വിചാരിച്ചത്. പക്ഷേ ട്രംപ് അവിടുന്ന് നേരത്തെ തന്നെ അവിടുന്ന് സ്ഥലം കാലിയാക്കുകയും തിരിച്ച് US വന്ന് അവിടുത്തെ നാഷണൽ സെക്യൂരിറ്റി ടീമായിട്ട് ഡിസ്കസ് ചെയ്യുകയും ചെയ്തു. എന്നാൽ അതിൻ്റെ വിശദാംശങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. ന്യൂയോർക്ക് ടൈംസ് ഞാൻ രാവിലെ നോക്കി, വാൾസ്ട്രീറ്റ് ജേർണൽ നോക്കി, ഗാർഡിയൻ നോക്കി, ഇതിലൊന്നും നമുക്ക് ഈ പറയുന്ന പോലെ അതിന് ഫോക്സ് ന്യൂസും CNBC ഇന്റർനാഷണലിലും ഒന്നും അവരുടെ എന്താണ് മീറ്റിങ്ങിന് പുറത്ത് വന്നതെന്നുള്ളതൊന്നും നമുക്ക് അറിയില്ല എന്നുള്ള. ബട്ട് ട്രംപിൻ്റെ ട്വീറ്റുകളിൽ കൂടെ മാത്രം നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ അദ്ദേഹം എഴുതുന്ന ട്വീറ്റുകളൊക്കെ വളരെ എന്താ പറയുക, സിനിസ്റ്ററാണ്. അതിൻ്റെ പുറകിൽ ഒളിച്ചിരിക്കുന്ന അർത്ഥം എന്താണെന്ന് നമുക്ക് മനസ്സിലാവില്ല. അൺകണ്ടീഷണൽ സറണ്ടർ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരു ട്വീറ്റ് ഇടുന്നു. രണ്ടാമത് പറയുന്നത് വെച്ചാൽ ആയത്തുള്ള കൊമേനി എന്ന് പറയുന്ന സുപ്രീം ലീഡർ എവിടെയാണ് ഹൈഡ് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം. ബട്ട് വി ആർ നോട്ട് ടേക്കിംഗ് ഹിം ഡൗൺ. ഞങ്ങൾ അദ്ദേഹത്തിനെ കൊല്ലുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾ അങ്ങനത്തെ ഒരു ഇതിലേക്ക് പോവുകയാണെങ്കിൽ ഒരുപാട് സിവിലിയൻസിനെ നഷ്ടപ്പെടും എന്നുള്ളതും പറഞ്ഞു വയ്ക്കുന്നു. പിന്നെ പറയുന്നത് വെച്ചാൽ ആകാശം കംപ്ലീറ്റ് ഞങ്ങളുടെ കൺട്രോളിലാണ്, ഞങ്ങളുടെ ഫ്ലൈറ്റ്സിൻ്റെ കൺട്രോളിലാണ് ഇറാൻ്റെ ആകാശം എന്നൊക്കെ എത്രയും പെട്ടെന്ന് നിർത്തി ടോക്സിലേക്ക് പോകുന്നതാണ് നല്ലതെന്നും ഒക്കെ പറയുന്നുണ്ട് അദ്ദേഹം. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് വെച്ചാൽ ഇറാന്റെ തീരത്ത് US റെഡിയാണെന്നുള്ളതാണ്. നമ്മൾ ഇന്നലെ തന്നെ പറഞ്ഞത് 2 വാർഷിപ്സ്, ഒരെണ്ണം സൗത്ത് ചൈന സീയിൽ കിടന്ന വാർഷിപ്പിനെയും കൂടെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. ഏതായാലും G7 കൺട്രീസ് എല്ലാം കൂടെ ഇപ്പോൾ റിസോൾവ് ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇസ്രായേലിനുള്ള സപ്പോർട്ട് കൊടുത്തു എന്നാണ്. അപ്പോൾ US അതിനൊരു സർട്ടിഫിക്കറ്റ് കിട്ടി, അതായത് ഗോ എറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടി എന്നുള്ളത് വേണം മനസ്സിലാക്കാൻ. ഇറാനെ ചുറ്റിപ്പറ്റി അവരും ഉണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ കോൺഫ്ലിക്റ്റ്, നമ്മൾ പറഞ്ഞല്ലോ ഇതിന്റെ പൊളിറ്റിക്സിലേക്ക് നമ്മൾ ഇടപെടുന്നില്ല. നമ്മളൊക്കെ വളരെ ചെറിയ മനുഷ്യരാണ്. ഇതൊന്നും സംസാരിച്ചിട്ട് ഇവിടെ ഒന്നും സംസാരിച്ചിട്ട് ഈ ഒരു സ്ഥലത്തും എത്താനും പോണില്ല. നമുക്ക് നമ്മുടേതായ സേഫ്റ്റി ഇഷ്യൂസിനെ നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടിയിരിക്കണം. ഈ പാർട്ടിൽ ഞാൻ ഇന്ന് പറയണമെന്ന് വിചാരിച്ചാണ്, അതായത് സിവിൽ ഏവിയേഷനിൽ നമ്മുടെ സെക്യൂരിറ്റി കൺസേൺ ഒക്കെ, അതൊക്കെയാണ് നമ്മളെ സംബന്ധിച്ച് ഒരു സാധാരണക്കാരനെ അഫക്ട് ചെയ്യുന്ന കാര്യം. ഇത് നമ്മുടെ കയ്യിലൊന്നും നിൽക്കുന്ന കാര്യങ്ങളല്ല എന്ന് പറഞ്ഞു വയ്ക്കുന്നു. ഇന്നിപ്പോൾ ഫെഡ് ചെയർമാൻ്റെ FOMC മീറ്റ് ഉണ്ട്. FOMC മീറ്റ് കഴിഞ്ഞിട്ട് ഫെഡ് ചെയർമാനായ ജെറോം പവലിൻ്റെ ഒരു സ്പീച്ചും കമൻട്രിയും പ്രസ് മീറ്റും ഒക്കെ ഉണ്ടാവും. അതിനെ ഒറ്റുനോക്കുന്നു. മാർക്കറ്റ് പൊതുവെ ഈ പറയുന്ന പോലെ ഒന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല. സ്റ്റേറ്റസ് കോ, അതായത് ഒന്നും നടക്കില്ല എന്നുള്ള രീതിയിലാണ്. ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഇതിൽ പറയാം, ഐ ആം സ്റ്റിക്കിംഗ് മൈ നെക്ക് ഔട്ട്. ഞാൻ പറയുന്നത് ചിലപ്പോൾ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചിലപ്പോൾ US ഫെഡ് നടത്തിയേക്കാം. ഇതൊരു വൈൽഡ് ഗസ്സാണ്. ഞാൻ തോക്കാനാണ് 99% ചാൻസ്. എങ്കിലും എൻ്റെ മനസ്സെന്തോ പറയുന്നു അങ്ങനെ ചെയ്യുമെന്ന്. ഇതിനകത്ത് വേറെ കണക്കുകളൊന്നും എനിക്ക് പറയാനില്ല. ജസ്റ്റ് ഒരു എന്താ പറയുക, ഒരു വൈൽഡ് ഗസ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ബട്ട് ടുമോറോ, നാളെ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ട്രോളിനുള്ള എല്ലാ ചാൻസും ഉണ്ട്. കാര്യം ഫെഡ് ചെയ്യാനായിട്ട് ചാൻസ് ഇല്ല എന്ന് തന്നെ പറഞ്ഞു വയ്ക്കേണ്ടിയിരിക്കുന്നു എന്നുള്ള. പിന്നെ നമുക്കറിയാലോ US സംബന്ധിച്ചോളം US എക്കണോമി ഇപ്പോൾ വളരെ മോശമില്ലാതെ പോകുന്നുണ്ട്. ബട്ട് ഇറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ദാറ്റ് സെക്കൻഡ് ഹാഫ് ഈ ഇയറിലെ സെക്കൻഡ് ഹാഫിൽ US എക്കണോമി ചെറുതായിട്ടൊന്ന് സഫർ ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് പറഞ്ഞു വയ്ക്കുന്നത്. കാര്യം വെച്ചാൽ ഈ ടാരിഫിൻ്റെ ഇമ്പാക്റ്റ് എന്ന് വെച്ചാൽ ഈ ട്രംപ് പ്രസിഡൻസി ചാർജ് എടുക്കുന്നതിന് മുമ്പേ ഈ ടോട്ടൽ ആവറേജ് നെറ്റ് ടാരിഫ് എന്ന് പറയുന്നത് 3%. ഇപ്പോൾ അത് 13% എന്നുള്ളത്. അത് പല രാജ്യങ്ങൾക്ക് പല രീതിയിലാണ് വന്നത്. ബട്ട് നമ്മളൊരു നെറ്റ് മീൻ എടുക്കുമല്ലോ, ഒരു മീൻ ആവറേജ് എടുക്കുമ്പോൾ അത് 13% എന്നുള്ള. അപ്പോൾ അതിൻ്റെയൊക്കെ എഫക്റ്റ് ലേറ്റർ ഹാഫ് ഓഫ് ദിസ് ഇയറിലായിരിക്കും വരെ. അപ്പോൾ ചിലപ്പോൾ GDP ഗ്രോത്ത് കുറയാനുള്ള ചാൻസ് ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിനെ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. ഇപ്പോൾ ഹയർ സൈഡിൽ മുകളിലോട്ട് പോകുന്നതോറും 24,982 ഞാൻ ഇന്ന് രാവിലെ നോക്കുമ്പോൾ അതൊരു എന്താ പറയുക, ഒരു റെസിസ്റ്റൻസ് ആയിട്ട് നിൽപ്പുണ്ട്. അത് കടന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു മാർക്കറ്റിൽ ഒരു ഡയറക്ഷൻ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ലോവർ സൈഡിലാണ് ഈ 24,473. ഇതിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയും വേണം. തൽക്കാലം ഇപ്പോൾ ഈ ഒരു ലെവലിൽ 24,500 24,450 ഒക്കെ വരുമ്പോഴത്തേക്ക്
ഒരു ബൈ ഓൺ ഡിപ്സ് കണ്ടുകൊണ്ട് മാർക്കറ്റ് അതിൻ്റെ താഴേക്ക് ഒരു ബെയറിഷ് ആറ്റിറ്റ്യൂഡിലേക്ക് പോയിട്ടില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഓവർനൈറ്റിൽ 2 ഡേറ്റാസ് വന്നിട്ടുണ്ട്. ഒന്ന് US റീറ്റെയിൽ സെയിൽസ് ആണ്, അതൊന്ന് ചെറുതായിട്ടൊന്ന് താന്നിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ എൻകറേജിംഗ് ആയിട്ടുള്ള ന്യൂസ് അല്ല അവിടുന്ന് വരുന്നത് എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം. മേ ബി ഇതും കൂടെ മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടെന്ന് ഞാൻ വെറുതെ ഒന്ന് ഗസ് ചെയ്തതെന്നുള്ളത്. ഒരു കിട്ടുകയാണെങ്കിൽ ബിരിയാണി കിട്ടുമല്ലോ എന്നുള്ള ആലോചിച്ചിട്ടാണ് പറയുന്നത്. ജപ്പാനെ സംബന്ധിച്ച് എക്സ്പോർട്സും ഒരു ഡിക്ലൈനിങ്ങിലാണ്. അപ്പോൾ ഗ്ലോബലി ഈ 2 ഡേറ്റയാണ് ഇന്നലെ രാത്രി വന്നത്. അത് നമുക്കൊരു നെഗറ്റീവായിട്ടാണ് കാണുന്നത് എന്നുള്ളതാണ്. പിന്നെ ഒരു കാര്യം എനിക്ക് പറഞ്ഞു വെക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മളൊരു പ്രേക്ഷകൻ ഒരു ചോദ്യം ചോദിച്ചു. ഏതായിരുന്നു ജാസ്മിൻ അത് ശരിക്കും മിനിങ്ങാനത്തെ പരിപാടിയിൽ ആരായിരുന്നു? ആക്ച്വലി മിസ്റ്റർ റാഷിദ് ആണ് ആ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ബാൾട്ടിക് ഇൻഡെക്സിനെ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. ഹൗ ഗെറ്റ് ദ ഇൻഡെക്സ് ഡീറ്റെയിൽസ് ആണ് പുള്ളിയുടെ ഒരു ക്വയറി. റൈറ്റ്. എന്തുകൊണ്ട് ഞാനിത് ജാസ്മിനോട് ചോദിക്കാൻ പറഞ്ഞു എന്ന് വെച്ചാൽ, നമ്മുടെ പ്രേക്ഷകർ, നമ്മളെ സംബന്ധിച്ച് നമ്മുടെ എഡിറ്റോറിയൽ ഡെസ്ക് പറയുന്നത് വെച്ചാൽ, ഇപ്പം നമ്മൾ ഈ പറയുന്ന ക്രൂഡിൻ്റെ കാര്യമാണെങ്കിലും ഇറാൻ ഇസ്രായേലിൻ്റെ യുദ്ധമൊക്കെ ആണെങ്കിലും ഇത് പബ്ലിക് ഇൻഫർമേഷനാണ്. നമ്മൾ എവിടെ നോക്കിയാലും കിട്ടാവുന്ന ഒരു ചാൻസ് തന്നെയാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ പ്രേക്ഷകർക്ക് ഉദ്ദേശിക്കുന്നത് ഒരു നോളജ് ബേസ്ഡ് പ്ലാറ്റ്ഫോം ആവുക എന്നുള്ള. നമ്മൾ പെർഫെക്റ്റ് ആണെന്ന് നമ്മൾ ഒരിക്കലും പറയില്ല. നമ്മുടെ ലിമിറ്റഡ് ഇൻഫർമേഷനും നോളജും വെച്ചിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ഇൻവെസ്റ്റേഴ്സിന് പകർന്നു കൊടുക്കുമ്പോൾ അവർക്ക് സ്വന്തമായിട്ടൊരു കേപ്പബിലിറ്റി ഡെവലപ്പ് ചെയ്ത് മാർക്കറ്റിൽ മുന്നോട്ട് പോവാമെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും പറയില്ലേ, ഡോണ്ട് ടീച്ച് ദം ഫിഷിംഗ്, അല്ല ടീച്ച് ദം ഫിഷിംഗ്, ഡോണ്ട് ഗിവ് ദം ഫിഷ് എന്നാണ്. അപ്പം നമുക്കൊരു മാധ്യമം എന്നുള്ള രീതിയിൽ നമുക്ക് ഒരുപാട് പരിമിതികളുണ്ട്. നമുക്കൊരു സ്റ്റോക്ക് ഐഡിയ പറയാൻ പറ്റില്ല. ചിലപ്പോൾ നമുക്ക് ഇതൊക്കെ അറിയായിരിക്കും. നമ്മൾ ചിലപ്പോൾ സ്റ്റോക്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല എക്സ്പെർട്ടീസ് ഉണ്ടാവും, ഫണ്ട് മാനേജ്മെന്റ് എക്സ്പെർട്ടീസ് ഉണ്ടാവും. ബട്ട് ഒരു മാധ്യമത്തിന്റെ ഫ്രണ്ടിൽ വന്നിരിക്കുമ്പോൾ നമ്മൾ ഈ പറയുന്നത് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ ഒരുപാട് കംപ്ലയൻസും റൂൾസും റെഗുലേഷൻസും പാലിക്കണം എന്നുള്ളതുകൊണ്ട് നമുക്കൊരു അക്കാഡമിക് പർപ്പസസിന് ഒരു സ്റ്റോക്കോ അല്ലെങ്കിൽ സ്റ്റോക്കിന്റെ ഇൻഫർമേഷനോ തരാൻ മാത്രമേ പറ്റുള്ളൂ. നമുക്ക് അതിനകത്ത് ഈ പറയുന്ന പോലെ അതിന്റെ ഡീറ്റെയിൽസോ റെക്കമെൻഡേഷനോ പറയാൻ പറ്റുന്നില്ല. നമുക്ക് അതിനുള്ള പ്രിവിലേജും പെർമിഷനും റൂൾസും റെഗുലേഷനും അതിന് സമ്മതിക്കുന്നില്ല എന്നുകൊണ്ടാണ്. അതുകൊണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നത് നല്ല ക്വാളിറ്റി ഇൻഫർമേഷൻ ആണെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നമുക്കറിയില്ല, നമ്മളെക്കാട്ടിലും നന്നായിട്ട് തരുന്നവരുണ്ടാവും. എങ്കിലും നമ്മുടെ ലിമിറ്റഡ് ഇൻഫർമേഷൻ വെച്ച് നിങ്ങളെ കാര്യങ്ങൾ പഠിപ്പിക്കാൻ. അപ്പം നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഒരു സ്റ്റോക്ക് ഐഡിയയൊക്കെ കാട്ടിലും ഞങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഇതേപോലെ നോളജ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അവിടെ ഞങ്ങൾക്ക് എന്തെങ്കിലും സഹായകരമാവോ എന്നുള്ളത് നോക്കി. അപ്പോൾ ബാൾട്ടിക് ഡ്രൈ ഇൻഡെക്സ്, ഇപ്പോൾ ബാൾട്ടിക് ഡ്രൈ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഈ ബാൾട്ടിക് കൺട്രീസ് എന്ന് പറയുന്നത് ഈ എസ്റ്റോണിയ, ലാത്വിയ എന്നൊക്കെ പറയണം. ഇപ്പോൾ ബാൾട്ടിക് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഞാൻ പേരെങ്ങനെ കിട്ടിയെന്നറിയോ? അതായത് ഈ ബാൾട്ടിക് എക്സ്ചേഞ്ച് ലണ്ടനിൽ ഒരു എക്സ്ചേഞ്ച് ഉണ്ട്. അത് എനിക്ക് തോന്നുന്നു 18th സെഞ്ചുറിയിൽ എങ്ങാണ്ട് ഉണ്ടായിരുന്ന ഒരു എക്സ്ചേഞ്ച് ആണ്. അവിടെയാണ് ഈ പറഞ്ഞ പോലെ ഈ ഷിപ്പിംഗ്, ലോകത്തിലെ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഷിപ്പിംഗ് ആണല്ലോ. ഇപ്പോൾ വാസ്കോഡ ഗാമ ആയാലും ക്രിസ്റ്റോഫർ കൊളംബസ് ആണെങ്കിലും ഇവരെല്ലാവരും ഈ എയർലൈൻസ് ഒക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പേ വളരെ പോപ്പുലർ ആയത് സീ റൂട്ട് മാർഗമുള്ള ട്രേഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഷിപ്സ് ആയിരുന്നു ഏറ്റവും വലിയ. അപ്പോൾ അന്ന് മുതലേ ഈ ഷിപ്പിംഗ് റേറ്റ് ഈ ബാൾട്ടിക് ഏരിയയിൽ നിന്ന്, ബാൾട്ടിക് സീയിൽ കൂടെ വരുന്ന ബാൾട്ടിക് കൺട്രീസ് എന്ന് നമ്മൾ പറഞ്ഞല്ലോ, എസ്റ്റോണിയ, ലാത്വിയ, അവിടെ നിന്നൊക്കെ വരുന്ന ട്രേഡിനെ ഒക്കെ ഈ ഒരുപാട് ട്രേഡ് ചെയ്തിരുന്നു അന്നത്തെ സമയത്ത്. കുറേ ട്രേഡേഴ്സ് വന്ന് ഈ ബാൾട്ടിക് എക്സ്ചേഞ്ചിൽ എന്ന് പറയുന്നത്. അന്ന് മുതൽ നമ്മൾ ഇതിനെ ബാൾട്ടിക് ഇൻഡെക്സ് എന്ന് പറഞ്ഞാണ് നമ്മൾ അതിനെ അറിയപ്പെടുത്തിയിരുന്നത്. അതായത് ബാൾട്ടിക് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അതൊരു കീ എക്കണോമിക് ഇൻഡിക്കേറ്ററാണ്. അതായത് ഒരു സെന്റിമെന്റ്, കീ എക്കണോമിക് ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നതിനേക്കാൾ അതൊരു സെന്റിമെന്റ് ആണ്. കാര്യം വെച്ചാൽ അതിന്റെ മൂവ്മെന്റ് അനുസരിച്ച് ഗ്ലോബൽ എക്കണോമി അല്ലെങ്കിൽ ഗ്ലോബൽ ട്രേഡിന് ഒരു സെന്റിമെന്റ് ക്രിയേറ്റ് ചെയ്യും ഈ ബാൾട്ടിക് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ. ശരിക്കും പറഞ്ഞാൽ ബാൾട്ടിക് ഡ്രൈ ഇൻഡെക്സ് അല്ലെങ്കിൽ BDI എന്നാണ് അതിനെ പറയുന്നത്. ഇത് ഈ കോസ്റ്റ് ഓഫ് ഷിപ്പിങ്ങിനെയാണ് അത് പറയുന്നത്. ആ ഇൻഡെക്സ് എന്താ പറയുന്നതെന്നറിയോ? അതായത് കോസ്റ്റ് ഓഫ് ഷിപ്പിംഗ് ഓഫ് റോ മെറ്റീരിയൽസ്. അതായത് റോ മെറ്റീരിയൽസ് ലൈക്ക് കോള്, അയൺ ഓർ, സ്റ്റീൽ, സിമെന്റ്, ഗ്രെയിൻസ്, ഇതൊക്കെ കടൽ വഴി ചെയ്യുന്ന ആ ഒരു കാർഗോ ഉണ്ടല്ലോ, അതിന്റെ ഒരു കോസ്റ്റ് ഓഫ് ഷിപ്പിങ്ങിനെയാണ് ഈ ബാൾട്ടിക് ഡ്രൈ ഇൻഡെക്സ് എന്ന് പറയുന്നത് നോട്ടിഫൈ ചെയ്യണമെന്നുള്ളതാണ്. അത് ഈ പറയുന്ന പോലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് വെച്ചിട്ടാണ് ഈ എന്താണ് റേറ്റ്, ഈ ട്രാൻസ്പോർട്ടിംഗ് റേറ്റ് എന്നൊക്കെ നമ്മൾ നിശ്ചയിക്കുന്നത്. എന്താണ് ഇവിടുന്ന് ഒരു സാധനം ട്രാൻസ്പോർട്ട് ചെയ്ത് ഒരു റോ മെറ്റീരിയൽ, ഈ പറഞ്ഞ പോലെ കോളോ, സ്റ്റീലോ, അയണോറോ അല്ലെങ്കിൽ ആഗ്രി പ്രോഡക്ട്സ് ഒക്കെ നമ്മൾ ഷിപ്പ് ചെയ്യുന്നതിൻ്റെ ഒരു റേറ്റിനെ നമുക്ക് മാനദണ്ഡമായിട്ട് ഉപയോഗിക്കുന്നത് ഈ ബാൾട്ടിക് ഡ്രൈ ഇൻഡെക്സ് എന്നാണ്. ഇതിന് ഈ ഡ്രൈ ബൾക്ക് കാരിയേഴ്സാണ്. ഡ്രൈ ബൾക്ക് കാരിയേഴ്സ് എന്ന് പറയുമ്പോൾ നോൺ ലിക്വിഡ് കാർഗോ, നോൺ ലിക്വിഡ് ആയിട്ടുള്ള കാർഗോ ഉണ്ടല്ലോ. ഇപ്പോൾ ലിക്വിഡ് കാർഗോ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ പറയാം ക്രൂഡ് ഒരു ലിക്വിഡ് കാർഗോ ആണ്. ഇത് ലിക്വിഡ് ആയിട്ടുള്ള ഈ ഡ്രൈ ബൾക്ക് കാരിയേഴ്സിനെയാണ് ഇത് കൂടുതലും ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഇൻഡെക്സ് എന്ന് പറയുന്നത്. അത് മൾട്ടിപ്പിൾ വെസൽസ് ആണ്. ഇപ്പം നമ്മൾ ഷിപ്പുകൾ തന്നെ പല ടൈപ്പിലുണ്ട്. അതായത് പാനാമാക്സ് ഉണ്ട്, സുപ്രാമാക്സ് ഉണ്ട്, കേപ്പ് സൈസ് ഉണ്ട്, ഇങ്ങനെ പല തരത്തിലുള്ള ഷിപ്പ് ഉണ്ട്. ശരിക്കും ഈ ഷിപ്പ് ട്രേഡേഴ്സിനൊക്കെ ആ ഷിപ്പ് ദൂരെ നിന്ന് കാണുമ്പോൾ തന്നെ ഏത് ഷിപ്പാണ്, എത്രയാണ് ടൺ, എവിടെയാണ് ഇത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെന്നൊക്കെ പറയാൻ പറ്റുന്നില്ല. നമ്മൾ ഈ സ്റ്റോക്കിനെ അനലൈസ് ചെയ്യുമ്പോൾ തന്നെ ഈ ഷിപ്പിംഗ് ട്രേഡ്സ് ഒക്കെ അനലൈസ് ചെയ്യുന്ന എക്സ്പേർട്സ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ബാൾട്ടിക് ഡ്രൈ ഇൻഡെക്സിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഡിമാൻഡ് ഫോർ റോ മെറ്റീരിയൽസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ബാൾട്ടിക് ഡ്രൈ ഇൻഡെക്സ്
പോസിറ്റീവ് അല്ലെങ്കിൽ മുകളിലോട്ട് ഉയർന്നതായിട്ട് കാണിക്കും. അപ്പോൾ നമ്മൾ പൊതുവേ പറയുന്നത് ഗ്ലോബൽ ട്രേഡ് ഒക്കെ നന്നായിട്ട് പോകുന്നു, ഗ്ലോബൽ എക്കണോമി നന്നായിട്ട് പോകുന്നു, രാജ്യങ്ങളൊക്കെ നല്ലതാണ്, പ്രോസ്പെരിറ്റി വരുന്നു എന്നാണ്. അതേപോലെ ബാൾട്ടിക് ഡ്രൈ ഇൻഡെക്സ് താഴേക്ക് വരികയാണെങ്കിൽ ഡിമാൻഡ് കുറവാണ്. ഇതേപോലെയുള്ള റോ മെറ്റീരിയൽസിന് എക്കണോമി നല്ല രീതിയിലല്ല പോകുന്നത്, ഗ്ലോബൽ എക്കണോമിയും ട്രേഡും നല്ല രീതിയിൽ പോകുന്നില്ല എന്നുള്ള രീതിയിലേക്കാണ് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് 2008 ഗ്ലോബൽ ഫിനാൻഷ്യൽ ക്രൈസിസ് വന്നില്ലേ? ഈ 2008 ഗ്ലോബൽ ഫിനാൻഷ്യൽ ക്രൈസിസ്, ലേമൻ ബ്രദേഴ്സ് അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഗ്ലോബൽ ട്രേഡ് ഭയങ്കരമായിട്ട് താഴെ പോയി. അതായത് ബാൾട്ടിക് ഡ്രൈ ഇൻഡെക്സ് എന്ന് പറയുന്നത് കൊളാപ്സ് ബൈ 90% എന്നുള്ള എനിക്കൊക്കെ അന്ന് ഇന്നിപ്പോഴും ഓർമ്മയുണ്ട്. അപ്പോൾ ആ സമയത്താണ് നമ്മൾ ഈ ബാൾട്ടിക് ഡ്രൈ ഇൻഡെക്സ് അല്ലെങ്കിൽ BDI എന്ന് പറയുന്നത് എന്താണെന്ന് പഠിക്കുന്നതും അതും ഇതുമൊക്കെ ആയത്. ശരിക്കും പറഞ്ഞാൽ ഈ ബാൾട്ടിക് ഡ്രൈ ഇൻഡെക്സ് ഒക്കെ ഈ ഷിപ്പിംഗ്, മൈനിങ്, മെറ്റൽ സ്റ്റോക്സിൻ്റെയൊക്കെ നമ്മളെ മൂവ്മെൻ്റ് ഉണ്ടല്ലോ, അതിനൊക്കെ നമ്മൾ ഈ ബാൾട്ടിക് ഡ്രൈ ഇൻഡെക്സിനെ ചെറുതായിട്ടൊന്ന് പഠിച്ചു വെക്കണം. അതായത് ഷിപ്പിംഗ് റൂട്ട്സ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മെറ്റൽ കൊമോഡിറ്റീസ്, ഇതാണല്ലോ കൂടുതലും ഈ നമുക്ക് ഫ്ലൈറ്റിൽ ക്യാരി ചെയ്യാൻ പറ്റില്ലല്ലോ അയണോറും സ്റ്റീലും ഒക്കെ, ഇതൊക്കെ ഷിപ്പിംഗ് റൂട്ട് വഴിയാണ് തോന്നുന്നത്. അപ്പോൾ ഇതെല്ലാം ഷിപ്പിംഗ് കമ്പനിയുടെ അനാലിസിസ് നോക്കുമ്പോൾ നമ്മൾ നോക്കാറുണ്ട്. മെറ്റൽ കമ്പനീസ് നോക്കാൻ നേരത്ത് ബാൾട്ടിക് ഡ്രൈ ഇൻഡെക്സ് ഒന്ന് നോക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ സവിശേഷത എന്ന് പറയുന്നത്. ഓഫ് കോഴ്സ് അങ്ങനെയാണെങ്കിൽ തന്നെ ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള സ്റ്റോക്ക് എന്ന് പറയുന്നത് ബാൾട്ടിക് ഡ്രൈ ഇൻഡെക്സ് നമ്മളെ എഫക്ട് ചെയ്യുന്ന സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, ഗ്രേറ്റ് ഈസ്റ്റേൺ ഷിപ്പിംഗ് അതായത് GE ഷിപ്പിംഗ്, ഈ പറയുന്ന JSW സ്റ്റീൽ, ടാറ്റ സ്റ്റീൽ, കോൾ ഇന്ത്യ, NMDC, ഇതേപോലത്തെ മെറ്റൽ സ്റ്റോക്സും ഷിപ്പിംഗ് സ്റ്റോക്സും ഒക്കെയാണ് ഈ ബാൾട്ടിക് ഡ്രൈ ഇൻഡെക്സിനെ ട്രാക്ക് ചെയ്യുന്നത്. നമ്മൾ ഇതിൻ്റെയൊക്കെ റിസർച്ചിൽ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരും എന്നുള്ളത് പറഞ്ഞു വയ്ക്കുന്നു എന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ബാൾട്ടിക് ഡ്രൈ ഇൻഡെക്സ്. റഷീദിനോട് വളരെ നന്ദി, കാര്യത്തിൽ നമുക്ക് ഇങ്ങനത്തെയൊക്കെ സബ്ജക്ട്സ് കിട്ടുമ്പോൾ നമുക്ക് എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ റഷീദ് ഈ പറഞ്ഞ പോലെ ബാൾട്ടിക് ഡ്രൈ ഇൻഡെക്സ് അത് നോക്കി വെക്കുന്നു, അതിനെക്കുറിച്ച് പഠിക്കുന്നു എന്ന് പറയുന്നത് നല്ല കാര്യം തന്നെയാണ്. കാര്യം നമുക്കിപ്പോൾ മാർക്കറ്റിൽ എന്ത് ഇൻഫർമേഷൻ കിട്ടിയാലും ഉണ്ടല്ലോ അത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരും എന്നുള്ളത്. ഏതായാലും ബാൾട്ടിക് ഇൻഡെക്സിനെ കുറിച്ചിട്ടായിരുന്നു ആ ഒരു ക്വസ്റ്റ്യൻ മിസ്റ്റർ റാഷിദ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതിനായിട്ടുള്ള ഒരു വ്യക്തമായിട്ടുള്ള ഒരു മറുപടി അല്ലെങ്കിൽ അതിൻ്റെ ഒരു അനാലിസിസ് എങ്ങനെയാണ്, എന്തൊക്കെ മെഷർമെൻ്റ് ആണ്, ക്രൈറ്റീരിയ ആണ് മനസ്സിലാക്കേണ്ടത് എന്നതടക്കമുള്ള ഡീറ്റെയിൽസ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ മാർക്കറ്റിൻ്റെ ഒരു ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത്. മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ 24,913 എന്നുള്ളൊരു നിലവാരത്തിൽ ഒരു ഫ്ലാറ്റ് ടു പോസിറ്റീവ് നോട്ടിലാണ് ട്രേഡ് ചെയ്യുന്നത്. എങ്കിലും ആ ഒരു 0.5% അടുത്ത് നിൽക്കുന്ന ഒരു മുന്നേറ്റം മാത്രമാണ് നമുക്കിപ്പോൾ നിഫ്റ്റിയിൽ കാണാൻ സാധിക്കുന്നത്. മറ്റ് പ്രധാനപ്പെട്ട ഡീറ്റെയിൽസുമായിട്ട് ഇപ്പോൾ റിസർച്ച് ഡെസ്കിൽ നിന്ന് വിഷ്ണു റെഡിയാണ്. ഗുഡ് മോർണിംഗ് വിഷ്ണു. ഗുഡ് മോർണിംഗ് ജാസ്മിൻ. യെസ്, ഏതായാലും ഇന്ന് മാർക്കറ്റ് ഒരു പോസിറ്റീവ് നോട്ടിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നോക്കുന്ന സമയത്ത് സെക്ടേഴ്സിലൊക്കെ വലിയ ഇടിവായിരുന്നു കാണാൻ സാധിച്ചത്. എസ്പെഷ്യലി IT മാത്രമായിരുന്നു ഒരു സപ്പോർട്ട് നൽകിയിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമുക്കൊരു മിക്സഡ് വ്യൂ ആണ് സെക്ടേഴ്സിൽ നിന്ന് ലഭിക്കുന്നത്. മറ്റ് പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ്? ജാസ്മിൻ പറഞ്ഞത് വളരെ ശരിയാണ്. ഇന്നൊരു മിക്സഡ് ആയിട്ടൊരു വ്യൂ ആണ് നമുക്ക് സെക്ടേഴ്സ് ഒക്കെ നോക്കുമ്പോൾ നിലവിൽ കാണാൻ സാധിക്കുന്നത്. ഏതായാലും മാർക്കറ്റിൻ്റെ പ്രധാനപ്പെട്ട ഇൻഡെക്സുകളുടെ ഒരു അപ്ഡേറ്റിലോട്ട് നമുക്ക് പോകാം. നിലവിൽ നമുക്ക് നിഫ്റ്റി 50 നോക്കുമ്പോൾ 24,917 എന്നൊരു നിലയിലാണ് ട്രേഡിംഗ് തുടരുന്നത്. അതായത് ഇന്ന് 61 പോയിന്റിൻ്റെ ഒരു നേട്ടമാണ് നിലവിൽ കാണാൻ സാധിക്കുന്നത്. 0.25% ഒരു മുന്നേറ്റമാണ് ഇപ്പോൾ നിഫ്റ്റി 50യിലുള്ളത്. ബാങ്ക് നിഫ്റ്റിയിലോട്ട് വരുമ്പോൾ 55,855 എന്നൊരു നിലയിലാണ് ട്രേഡിംഗ് തുടരുന്നത്. സമാനമായി തന്നെ ആ ഒരു 0.25% നിഫ്റ്റി 50യിൽ കാണുന്ന ആ ഒരു നേട്ടം തന്നെ ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് കാണുന്നുള്ളൂ. 140 പോയിന്റിൻ്റെ ഒരു നേട്ടത്തിലാണ് നിലവിൽ ഇന്ന് ബാങ്ക് നിഫ്റ്റി ഇപ്പോൾ ട്രേഡിംഗ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ഒരു അഡ്വാൻസ് ഡിക്ലെയർ റേഷ്യോ കൂടി നമുക്ക് നോക്കാം. ഏതായാലും നിഫ്റ്റി 50 നമ്മൾ നോക്കുമ്പോൾ ഇന്നത്തെ ഒരു അഡ്വാൻസ് ഡിക്ലെയർ റേഷ്യോയിൽ കാണാൻ സാധിക്കുന്നത് ഇന്ന് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓഹരികളിൽ ഇന്ന് നിഫ്റ്റി 50യിൽ 34 ഓഹരികളാണ് നേട്ടത്തിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 16 ഓഹരികളിലാണ് നിലവിൽ നമുക്ക് ഒരു ഇടിവ് കാണാൻ സാധിക്കുന്നത്. ഏതായാലും ഈ ഒരു മാർക്കറ്റിൻ്റെ ഒരു ആദ്യ മണിക്കൂറുകളൊക്കെ കഴിയുമ്പോൾ നമുക്ക് ഏത് ഓഹരികളൊക്കെയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ നേട്ടം രേഖപ്പെടുത്തി നിഫ്റ്റി 50യിൽ ട്രേഡ് ചെയ്യുന്നത് നോക്കാം. ഏതായാലും ഇൻഡസ്ഇൻഡ് ബാങ്കാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ഒരു മുന്നേറ്റം ഇന്നത്തെ ഒരു മാർക്കറ്റിലെ ട്രേഡിങ്ങിൽ നിഫ്റ്റി 50യിൽ കാഴ്ചവെക്കുന്നത്. ഇന്ന് 5% മുകളിലേക്ക് ഒരു മുന്നേറ്റം നിഫ്റ്റി 50യിൽ ഇന്ന് ഇൻഡസ്ഇൻഡ് ബാങ്കിന് രേഖപ്പെടുത്താൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല ഏഷ്യൻ മോട്ടോഴ്സ്, മാരുതി തുടങ്ങിയ ഓഹരിയിലൊക്കെ ഇന്ന് 2% മുകളിലേക്ക് ഒരു നേട്ടമാണ് നിലവിൽ കാണാൻ സാധിക്കുന്നത്. മഹീന്ദ്ര 1.87% നേട്ടത്തിലും ബജാജ് ഓട്ടോ 1.42% ഒരു നേട്ടവും ഇന്നത്തെ ഒരു മാർക്കറ്റിൽ കാഴ്ചവെക്കുന്നുണ്ട്. ട്രെൻഡ്, ഹീറോ മോട്ടോകോപ്പ്, ശ്രീരാം ഫൈനാൻസ്, ടൈറ്റൻ, ഹിൻഡൽകോ തുടങ്ങിയ ഓഹരികളാണ് മറ്റു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ നിഫ്റ്റി 50യിൽ ട്രേഡ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഇന്നത്തെ ഒരു ഇടിവ് നോക്കുമ്പോൾ ഇന്ന് കോട്ടക് ബാങ്കാണ് ഏറ്റവും കൂടുതൽ ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് നിഫ്റ്റി 50യിൽ ട്രേഡ് ചെയ്യുന്നത്. 0.91% ഇടിവാണ് കോട്ടക് ബാങ്കിലുള്ളത്. അദാനി പോർട്ട് 0.6% ഇടിവിലാണ്. HDFC ലൈഫിലും 0.5% മുകളിലേക്കൊക്കെയുള്ള ഒരു ഇടിവ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മറ്റ് ഓഹരികൾ നോക്കുമ്പോൾ പവർ ഗ്രിഡ്, JSW സ്റ്റീൽ, NTPC, അദാനി എന്റർപ്രൈസസ്, ഇൻഫോസിസ്, നെസ്
നെസ്ലെ ഇന്ത്യ തുടങ്ങിയ സ്റ്റോക്കുകളിലാണ് ഇന്ന് നമുക്ക് ഒരു ഇടിവ് ഇന്ന് നമുക്ക് നിഫ്റ്റി 50-ൽ കാണാൻ സാധിക്കുന്നത്. ഏതായാലും നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലെ ഒരു ട്രേഡിങ്ങിലോട്ട് കൂടി വരാം. ബാങ്ക് നിഫ്റ്റിയിലോട്ട് വരുമ്പോൾ നിലവിലത്തെ ഒരു അഡ്വാൻസ് ഡിക്ലർ റേഷ്യോ നോക്കുമ്പോൾ ഇപ്പോൾ ഭൂരിഭാഗം ഓഹരികൾ, അതായത് 10 ഓഹരികളിൽ ഇന്ന് നേട്ടം രേഖപ്പെടുത്തുന്നുണ്ട്. 2 ഓഹരികളിൽ മാത്രമാണ് ഒരു ഇടിവ് നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ കാണാൻ സാധിക്കുന്നത്. ഇന്നത്തെ ഒരു നേട്ടം നോക്കുമ്പോൾ നിഫ്റ്റി 50-ലെ തന്നെ ടോപ്പ് ഗെയിനറായ ഇൻഡസ്ഇൻഡ് ബാങ്ക് തന്നെയാണ് ഇവിടെയും ഏറ്റവും കൂടുതൽ നേട്ടം രേഖപ്പെടുത്തുന്നത്, 5% മുന്നേറ്റം. കൂടാതെ ഇന്ന് AU ബാങ്ക് 1% നേട്ടം രേഖപ്പെടുത്തുന്നുണ്ട്. ഫെഡറൽ ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, കാനറ ബാങ്ക്, IDFC ഫസ്റ്റ് ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക് തുടങ്ങിയ പ്രധാനപ്പെട്ട ഓഹരികളിലൊക്കെ ഇന്ന് നേട്ടമാണ് രേഖപ്പെടുത്തുന്നത്. ആകെ ഇടിവ് രേഖപ്പെടുത്തുന്ന 2 ബാങ്കിംഗ് ഓഹരികളായി ഇന്ന് ട്രേഡ് ചെയ്യുന്നത് ഒന്ന് HDFC ബാങ്കും ഒന്ന് കോട്ടക് ബാങ്കുമാണ്. 2 ഓഹരികളിലും നമുക്ക് ഒരു ഇടിവാണ് ഇന്ന് കാണാൻ സാധിക്കുന്നത്. ഏതായാലും നമുക്ക് NSEയിലെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് കൂടി നോക്കാം. നിലവിലത്തെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇന്ന് 2509 ഓഹരികളിലാണ് മാർക്കറ്റിൽ ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നത്. അതിൽ 1727ഓളം ഓഹരികൾ ഇന്ന് നേട്ടം രേഖപ്പെടുത്തുന്നുണ്ട്. 719 ഓഹരികളിലാണ് നമുക്ക് ഒരു ഇടിവ് മാർക്കറ്റിൽ കാണാൻ സാധിക്കുന്നത്. 63 ഓഹരികൾ അൺചേഞ്ചഡ് ആയിട്ട് അതൊരു രീതിയിലുമാണ് ട്രേഡിംഗ് തുടരുന്നത്. ഇന്നത്തെ 52 വീക്ക് ഹൈ നോക്കുമ്പോൾ 30 ഓഹരികളാണ് 52 വീക്ക് ഹൈ ടച്ച് ചെയ്തുകൊണ്ട് ട്രേഡ് ചെയ്യുന്നത്. 16 ഓഹരികളിൽ 52 വീക്ക് ലോ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പർ സർക്യൂട്ടിൽ 43 ഓഹരികളെന്നും ലോവർ സർക്യൂട്ടിൽ 35 ഓഹരികളും ഈ ഒരു രീതിയിലാണ് ഇന്നത്തെ ഒരു മാർക്കറ്റിലെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് NSEയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതായാലും നമുക്കിനി സെക്ടർ വൈസ് പെർഫോമൻസുകൾ കൂടി ഒന്ന് നോക്കാം. സെക്ടേഴ്സിലോട്ട് പോകുമ്പോൾ നമുക്ക് നിലവിൽ കാണാൻ സാധിക്കുന്നത് ബ്രോഡ് മാർക്കറ്റ് ഇൻഡെക്സസിൽ ഇന്ന് ട്രേഡ് ചെയ്യുന്ന പല ഇൻഡെക്സുകളും നമുക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ട്രേഡിംഗ് തന്നെയാണ് കാണുന്നത്. അതായത് ബ്രോഡർ മാർക്കറ്റ് ഇൻഡെക്സസിൽ പല സൂചികൾ, എസ്പെഷ്യലി നിഫ്റ്റി നെക്സ്റ്റ് 50 0.26% നേട്ടമുണ്ട്. കൂടാതെ സ്മോൾ ക്യാപ്പ്, മിഡ് ക്യാപ്പ്, നിഫ്റ്റി 100 ഒക്കെ തന്നെ ഇന്ന് ഒരു നേട്ടത്തിലാണ് ട്രേഡ് ചെയ്യുന്നത്. നേട്ടത്തിലാണെങ്കിൽ കൂടിയും വലിയ തോതിലുള്ള ഒരു മുന്നേറ്റമൊന്നും ഈ ഒരു പ്രധാനപ്പെട്ട ബ്രോഡർ മാർക്കറ്റ് ഇൻഡെക്സിലൊന്നുമില്ല. 1% താഴേക്കുള്ള ഒരു നേട്ടം മാത്രമേ ഈ ഒരു മണിക്കൂറിൽ ഇപ്പോൾ മാർക്കറ്റ് രേഖപ്പെടുത്തുന്നുള്ളൂ. സെക്ടർ വൈസ് ഇൻഡെക്സസിലോട്ട് പോകുമ്പോൾ ജാസ്മിൻ പറഞ്ഞതുപോലെ ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു റെസ്പോൺസ് ആണ് ഇന്ന് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി IT, മീഡിയ, മെറ്റൽ എന്നീ സൂചികയിലൊക്കെ നമുക്ക് ഒരു ഇടിവ് രീതിയിലുള്ള ഒരു ട്രേഡിംഗ് ആണ് തുടരുന്നത്. എന്നാൽ നേട്ടത്തിലോട്ട് വരുമ്പോൾ നിഫ്റ്റി ഓട്ടോ, നിഫ്റ്റി ബാങ്ക്, എനർജി, കൂടാതെ റിയൽറ്റി തുടങ്ങിയ പ്രധാനപ്പെട്ട സൂചിക, ഫാർമ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട സൂചികയിലൊക്കെ തന്നെ നമുക്ക് നേട്ടം കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു സൂചികയിലൊക്കെ ഒരു നേട്ടം രേഖപ്പെടുത്തുമ്പോൾ ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഒരു നേട്ടം വലിയ രീതിയിൽ രേഖപ്പെടുത്തുന്ന ഒരു സൂചിക ഇന്ന് ട്രേഡ് ചെയ്യുന്നത് നിഫ്റ്റി ഓട്ടോയാണ്. 1.3% ഒരു മുന്നേറ്റം ഈ ഒരു ഓട്ടോ സൂചികയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇന്ന് ഒരു നിഫ്റ്റി 50 നോക്കുമ്പോഴൊക്കെ തന്നെ ഇന്നത്തെ ഒരു ടോപ്പ് ഗെയിനേഴ്സിൽ ഉൾപ്പെട്ട പല സ്റ്റോക്കുകളും നമുക്ക് നിഫ്റ്റി ഓട്ടോയിൽ നിന്നാണ് കാണാൻ സാധിക്കുന്നത്. എസ്പെഷ്യലി ഏഷ്യൻ മോട്ടോഴ്സ്, മാരുതി, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, ബജാജ് ഓട്ടോ, TVS മോട്ടോഴ്സ്, ഹീറോ മോട്ടോകോപ്പ് തുടങ്ങിയ ഓഹരിയിലൊക്കെ നമുക്ക് 1% മുകളിലേക്കൊക്കെ ഒരു മുന്നേറ്റമാണ് ഇന്നത്തെ ഒരു മാർക്കറ്റിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതായാലും നമുക്ക് ചില സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസ് കൂടി ഷെയർ ചെയ്യാം. ആദ്യമായിട്ട് നമുക്ക് ഷെയർ ചെയ്യാനുള്ളത് പോളിക്യാബ് ഇന്ത്യക്ക് സിറ്റിയിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന ഒരു ബൈ ടാർഗറ്റിനെ കുറിച്ചാണ് പറയാനുള്ളത്. നിലവിലൊരു ടാർഗറ്റ് പ്രൈസ് ആയിട്ട് 7700 എന്നുള്ളൊരു പ്രൈസാണ് സിറ്റി ഇപ്പോൾ പോളി ക്യാബിന് നൽകിയിരിക്കുന്നത്. ഏതായാലും ഒരു 27%-ൻ്റെയൊക്കെ ഒരു അപ്സൈഡ് പൊട്ടൻഷ്യലുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ ഈ ഒരു ബ്രോക്കറേജ് നൽകിയിരിക്കുന്നത്. പ്രധാനമായി ഒരു സാധ്യത നൽകാനുള്ളൊരു കാരണമെന്ന് വരുന്നത് ഡിമാൻഡാണ്. അതായത് വയേഴ്സിനൊക്കെ ഉണ്ടാകുന്ന മാർക്കറ്റിലുള്ള ആ ഒരു ഡിമാൻഡാണ് പ്രധാനമായും ഈ ഒരു സ്റ്റോക്കിനെ ഈ ഒരു ബ്രോക്കറേജ് റഡാറിൽ ഉൾപ്പെടുത്താൻ ഇപ്പോൾ സിറ്റിയെ നയിച്ചിരിക്കുന്നത്. ഏതായാലും മറ്റു കാര്യങ്ങൾ നോക്കുമ്പോൾ ഗവൺമെൻറ് വലിയ രീതിയിലുള്ള ഒരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ പവർ സെക്ടേഴ്സിനൊക്കെ മുടക്കാനുള്ള ആ ഒരു സാധ്യത മുന്നോട്ടുണ്ടെന്നും ആ ഒരു നിലയിലുള്ളൊരു സാധ്യത വരുമ്പോൾ തന്നെ വയേഴ്സ് സെക്ടറിലൊക്കെയുള്ള സ്റ്റോക്കുകൾക്കൊക്കെ ഒരു മുന്നേറ്റം ഉണ്ടാകുന്നു. അതിലൊരു പ്രധാന റോള് പോളിക്യാബിന് വഹിക്കാൻ സാധിക്കുമെന്നുള്ളൊരു വിലയിരുത്തലും ഏതായാലും സിറ്റി നൽകുന്നുണ്ട്. ഏതായാലും സ്റ്റോക്കിനെ പറ്റി നോക്കുമ്പോൾ മറ്റു കാര്യങ്ങൾ നോക്കുമ്പോൾ അത് വേറൊരു കാര്യമായിട്ട് പറയുന്നത് ഹോം, അതായത് വീടുകളുടെയൊക്കെ നിർമ്മാണം വലിയ രീതിയിലുള്ള ഒരു സാധ്യത ഇനി മുന്നോട്ടുണ്ട് എന്നുള്ളതും, അത്തരത്തിലുള്ള സാധ്യതകൾ വരുമ്പോൾ തന്നെ ഈ ഒരു പല കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടെങ്കിൽ പോലും വലിയ രീതിയിൽ ഒരു സാധ്യത അല്ലെങ്കിൽ വലിയ രീതിയിലൊരു മുന്നേറ്റം പോളിക്യാബിന് നടത്താൻ സാധിക്കും എന്നുള്ളൊരു വിലയിരുത്തലുകൂടി ഏതായാലും സിറ്റി നൽകുന്നുണ്ട്. ഏതായാലും 7700 എന്നുള്ള രീതിയിലുള്ളൊരു അപ്സൈഡ് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ആ ഒരു ടാർഗറ്റാണ് നിലവിൽ സിറ്റി ഇപ്പോൾ പോളിക്യാബിന് നൽകിയിരിക്കുന്നത്. മറ്റൊരു സ്റ്റോക്കിൻ ന്യൂസായിട്ട് നമുക്ക് ഷെയർ ചെയ്യാനുള്ളത് നമ്മുടെ തന്നെ ഓപ്പണിംഗ് അവേഴ്സിലെ വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്റ്റോക്ക് അല്ലെങ്കിൽ ഒരു സ്പോട്ട്ലൈറ്റ് സ്റ്റോക്കായിട്ട് നമ്മൾ അവതരിപ്പിച്ചൊരു സ്റ്റോക്കായിരുന്നു വണ്ടർലേ എന്ന് പറയുന്നത്. വണ്ടർലയെ പറ്റി ഇപ്പോൾ ഒരു പോസിറ്റീവ് ന്യൂസ് ആയിട്ടുള്ളത് കമ്പനി ബാംഗ്ലൂരിൽ പുതിയൊരു റിസോർട്ട് തുടങ്ങാൻ പോകുന്നു അല്ലെങ്കിൽ അത് ലോഞ്ച് ചെയ്തു എന്നുള്ള രീതിയിലുള്ള ഒരു പോസിറ്റീവ് ന്യൂസാണ് ഏതായാലും ഇപ്പോൾ ഷെയർ ചെയ്യാനുള്ളത്. മാത്രം
മാത്രമല്ല ഈ ഒരു സ്റ്റോക്കിനെ പറ്റി അല്ലെങ്കിൽ ഈ ഒരു കമ്പനിയെ പറ്റി അവരുടെ തന്നെ കമ്പനിയുടെ തന്നെ മാനേജിംഗ് ഡയറക്ടറായ അരുൺ ചിറ്റിലപ്പള്ളിയുടെ ചില കമൻസ് കൂടിയാണ് പറയാനുള്ളത്. അദ്ദേഹം പറയുന്നത് ഏതായാലും ഈ ഒരു റിസോർട്ട് ബിസിനസ് എന്ന് പറയുന്നത് ഇപ്പോൾ അവർക്ക് വലിയ രീതിയിൽ ഈ ഒരു അമ്യൂസ്മെന്റ് പാർക്കിനെ തന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവർക്ക് നടത്താൻ സാധിക്കുന്നു എന്നുള്ള ഒരു വിലയിരുത്തലാണ് അദ്ദേഹം നടത്തുന്നത്. മാത്രമല്ല ഈ വലിയ രീതിയിൽ ഇതിൻ്റെ ഒരു അപ്സൈഡ് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഇതിന് വലിയ രീതിയിൽ ഈ ഒരു റിസോർട്ട് ബിസിനസ്സിനൊക്കെ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിൽ അവർ ഭാവിയിൽ അതൊരു സ്റ്റാൻഡ് അലോൺ ബിസിനസ് ആയിട്ട് തന്നെ പരിഗണിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് ഈ ഒരു റിസോർട്ട് മേഖലയിൽ കൂടി ഈ ഒരു വണ്ടർലാ ഗ്രൂപ്പ് നടത്തും എന്നുള്ള രീതിയിലുള്ള ഒരു കമന്ററി കൂടിയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല ഇപ്പോൾ ഈ ഒരു പ്രൊജക്ട് നോക്കുമ്പോൾ ഏകദേശം 4.5 ഏക്കറിൽ വരുന്ന ഒരു പ്രോജക്റ്റാണ്. ഏകദേശം 39 കോടി രൂപയുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു പ്രൊജക്ട് ഇപ്പോൾ അരുൺ ചിറ്റിലപ്പള്ളി ഗ്രൂപ്പ് അല്ലെങ്കിൽ വണ്ടർലാ ഗ്രൂപ്പ് ഇപ്പോൾ ബാംഗ്ലൂരിൽ നടത്തിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവരുടെ ഒരു ലക്ഷ്യമായിട്ട് അദ്ദേഹം പറയുന്നത് വലിയ രീതിയിലുള്ള അല്ലെങ്കിൽ ഡിസ്നിയും യൂണിവേഴ്സൽ സ്റ്റുഡിയോസ് ഒക്കെ നൽകുന്ന രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസ് ഭാവിയിൽ നൽകുന്നതായിരിക്കും അവരുടെ പ്രധാന ഒരു അജണ്ട എന്നൊരു രീതിയിലുള്ള ഒരു കമന്ററി കൂടി അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ലഭ്യമായിട്ടൊരു ന്യൂസാണ് നമുക്ക് ഷെയർ ചെയ്യാനുള്ളത്. ഏതായാലും മാർക്കറ്റ് നിലവിൽ നോക്കുമ്പോൾ ഒരു നേരിയ നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സമ്മിശ്രമായ ഒരു പ്രതികരണം സെക്ടേഴ്സും രേഖപ്പെടുത്തിക്കൊണ്ടുള്ള രീതിയിലുള്ള ഒരു ട്രേഡിംഗ് ആണ് ഇപ്പോൾ തുടരുന്നത്. ജാസ്മിൻ, വിഷ്ണുവാണ് ഇപ്പോൾ മാർക്കറ്റിന്റെ ഒരു ലൈവ് അപ്ഡേറ്റ് നൽകിയത്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഏറ്റവും അധികം നമ്മളെ വേദനിപ്പിച്ച ഒരു വാർത്തയായിരുന്നു എയർ ഇന്ത്യയുടെ ഒരു വിമാന ദുരന്തം എന്ന് പറയുന്നത്. എയർ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ടാറ്റ എയർ ഇന്ത്യ ഏറ്റെടുത്തപ്പോൾ വളരെയധികം പ്രതീക്ഷയോടെയാണ് ലോകം അല്ലെങ്കിൽ ഇന്ത്യക്കാരും ആ ഒരു വാർത്ത ഏറ്റെടുത്തത്. പ്രത്യേകിച്ച് മുൻനിര വിമാന കമ്പനികളുടെ ആ ഒരു നിലയിലേക്ക് ടാറ്റ ഉയരുമെന്നും അത്രത്തോളം സർവീസ് മെച്ചപ്പെടുമെന്നുള്ള ഒരു പ്രതീക്ഷ നമുക്കുണ്ടായിരുന്നു. പക്ഷേ ഈ ഒടുവിലത്തെ ഒരു ദുരന്തത്തിന് പിന്നാലെ ടാറ്റയെ സംബന്ധിച്ചിടത്തോളം ടാറ്റ എന്ന ബ്രാൻഡിന് കളങ്കമായി മാറുകയാണ് എയർ ഇന്ത്യ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. സൂരജ് സാർ, നമ്മൾ ഈ ട്രാവൽ റെക്കോർഡൊക്കെ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ പറന്നുയരുന്ന വിമാന കമ്പനികളുടെ എണ്ണത്തിലും ഡൊമസ്റ്റിക് ഫ്ലീറ്റുകളുടെ എണ്ണത്തിലും ഒക്കെ തന്നെ റെക്കോർഡ് നമ്പേഴ്സാണ് രേഖപ്പെടുത്തുന്നതെന്ന് നമ്മൾ പറയുമ്പോഴും വേണ്ടത്ര സുരക്ഷ ഈ വിമാന കമ്പനികൾ ഉറപ്പുവരുത്തുന്നുണ്ടോ എന്നുള്ളൊരു വലിയ ചോദ്യം അവിടെ നിലനിൽക്കുകയാണ്. തീർച്ചയായിട്ടും ഈ ഒരു വലിയ ദുരന്തത്തിന് പിന്നാലെ അത്തരം കാര്യങ്ങളിൽ കൂടി ഇനി കോൺസെൻട്രേഷൻ കൂടുതലായിട്ട് വരികയാണ് അല്ലേ? ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഏവിയേഷൻ സെക്ടറിന്റെ മുകളിലിരിക്കുന്നത് ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അല്ലെ, DGCA എന്നാണ് പറയുന്നത്. നമ്മുടെ കഷ്ടകാലം എന്ന് പറയട്ടെ ജാസ്മിൻ, ഇപ്പോൾ ഈ പറയുന്ന പോലെ അടുത്ത കാലത്ത് ഇപ്പോൾ സാധാരണക്കാരും കൂടി എയർലൈൻസ് ആണ് യൂസ് ചെയ്യുന്നത് അല്ലേ. ഇപ്പോൾ അധികം ആരും ഇപ്പോൾ ട്രെയിൻ യൂസ് ചെയ്യുന്നില്ല, ട്രെയിൻ എല്ലാം ഫുള്ളാണ്. അതിൻ്റെ കൂടെ തന്നെ എയർലൈൻ അല്ലെങ്കിൽ എയർക്രാഫ്റ്റ് യൂസ് ചെയ്ത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ട്രാവൽ ചെയ്യുന്നവരുടെ എണ്ണം ഭയങ്കരമായിട്ട് കൂടി എസ്പെഷ്യലി ആഫ്റ്റർ കോവിഡ്. അതിനുശേഷം നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് എന്താ, നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ തന്നെ വലിയ വലിയ സ്റ്റോക്ക് ഐഡിയാസ് അല്ലെങ്കിൽ ഏറ്റവും നല്ല സ്റ്റോക്ക് ഐഡിയാസ് നമ്മളെന്നും എയർലൈൻ സ്റ്റോക്സും എയർപോർട്ട് മാനേജ്മെന്റ് സ്റ്റോക്സും ഒക്കെയാണ് നമ്മൾ ഈ പറഞ്ഞു വന്നിരുന്നതെന്നൊക്കെ ഉള്ളത്. ഇപ്പം നമ്മുടെ കഷ്ടകാലം ഒന്ന് നോക്കണേ, നമ്മളിപ്പോൾ എല്ലാവരും ട്രാവൽ ചെയ്യാൻ, പക്ഷേ കഷ്ടകാലമാണ് ആൾക്കാർ ബുക്ക് ചെയ്തവരൊക്കെ ഇന്ന് ട്രാവൽ ചെയ്യുന്നു എന്നുള്ളതാണ്. എങ്കിലും ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ, ഇഫ് ഇറ്റ് ഈസ് ബോയിങ് വി ആർ നോട്ട് ഗോയിങ് എന്നുള്ള രീതിയിലേക്കാണ് വന്നതെന്നുള്ളത്. നമ്മുടെ ഇവിടെ മെയിൻ ആയിട്ടുള്ള 2 ഓപ്പറേറ്റേഴ്സ് ആണല്ലോ, ഒന്ന് ഇന്റർഗ്ലോബ് ഏവിയേഷൻ്റെ ഇൻഡിഗോയും രണ്ടാമത് എയർ ഇന്ത്യയുമാണ്. എയർ ഇന്ത്യ ടാറ്റാസ് എടുത്തോടുകൂടി നമുക്ക് ഇത്തിരി സന്തോഷമായിരുന്നു, കാര്യം എയർ ഇന്ത്യയുടെ മിസ്മാനേജ്മെന്റ് ഒക്കെ മാറും. നമുക്ക് വളരെ അൺഫോർച്ചുനേറ്റ് ഉള്ള കാര്യം എന്താണെന്നറിയോ ജാസ്മിൻ, ഈ പറഞ്ഞ പോലെ ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ഈ DGCA എന്ന് പറഞ്ഞാൽ ഒട്ടും ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സാധനമല്ല. നമുക്കിവിടെ ഇരിക്കുന്ന റെഗുലേറ്റർ എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റേ അല്ല എന്നുള്ളതാണ് രസകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. അത് മാത്രമല്ല, നമുക്ക് നമ്മുടെ രാജ്യത്തിൽ ഇത്രയും ഏവിയേഷൻ സെക്ടർ ഇത്രയും ഗ്രോ ചെയ്യുന്നു അല്ലെങ്കിൽ ഇത്രയും ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യുന്നുള്ള ഒരു സെക്ടറിൽ നമുക്കൊരു ഇൻഡിപെൻഡന്റ് എയർ ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബോർഡ് പോലും നമുക്കില്ല. പല രാജ്യങ്ങൾക്കും ഉണ്ട്. നമുക്കിപ്പോൾ ഈ പറയുന്ന പോലെ DGCA എന്ന് പറഞ്ഞാൽ നെയിം സേക്ക് ആയിട്ട് കാര്യങ്ങൾ ഉണ്ടെന്ന് പറയുന്നത് ശരി തന്നെയാണ്. ബട്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ ഒന്നാമത് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനായിട്ട് ഒരു സെപ്പറേറ്റ് ബോർഡില്ല. ഈ DGCA എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് സിവിൽ ഏവിയേഷന്റെ കീഴിലാണ്. ഇപ്പൊ ടാറ്റാസിന് എയർ ഇന്ത്യ നമ്മൾ കൊടുത്തിട്ട് ഏതാണ്ട് 2-2.5 കൊല്ലമായി അല്ലേ, 2 കൊല്ലത്തിന് 3 കൊല്ലം അടുപ്പിച്ചാവുന്നതാണ് ഞാൻ മനസ്സിലായി. അതിനു മുമ്പേ DGCAയുടെ റോൾ എന്തായിരുന്നു അറിയോ? ജഡ്ജും എക്സിക്യൂഷണറും അവർ തന്നെയായിരുന്നു. കാര്യം അവരെന്ന് വെച്ചാൽ ദേ ആർ ആൻ ഓപ്പറേറ്റർ ഓഫ് എയർലൈൻ. കാര്യം എയർ ഇന്ത്യ അന്ന് മിനിസ്ട്രി ഓഫ് സിവിൽ ഏവിയേഷൻ ആണല്ലോ ഓടിച്ചിരുന്നത്. അപ്പോൾ DGCAയുടെ കീഴിലായിരുന്നു എയർ ഇന്ത്യ വന്നിരുന്നത്. അവർ തന്നെ അത് ഓപ്പറേറ്റ് ചെയ്യുന്നു, അവർ തന്നെയാണ് അതിന്റെ റെഗുലേറ്റർ, അവർ തന്നെ എയർപോർട്ട്സ് ഓപ്പറേറ്റ് ചെയ്യണം, അവർ തന്നെയാണ് ഇതിൻ്റെ റെഗുലേറ്റർ. പിന്നെ ഇതിനകത്ത് എങ്ങനെ ഒരു ഇത് വരും? നമ്മളിപ്പോൾ ഈ പറയുന്ന പോലെ RBI അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഓട്ടോണോമസ് സ്റ്റേറ്റസ് കൊടുത്ത് മുന്നോട്ട് പോകുന്നതിന് പകരം അവരൊക്കെ ശരിക്കും പറഞ്ഞാൽ മറ്റുള്ള മിനിസ്ട്രി ഓഫ് ഫിനാൻസിന്റെ ഒക്കെ കീഴിൽ തന്നെയാണെങ്കിലും അവർക്കൊരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. അവർക്ക് ഈ പബ്ലിക്കിനോട് ആൻസറബിൾ ആണ്, അവർ പാർലമെന്റിനോട് ആൻസറബിൾ ആണെന്നുള്ളത്. ഇപ്പം DGCAയുടെ കാര്യമൊക്കെ നോക്കുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഞാൻ ഇന്നലെ വായിച്ചു നോക്കുമ്പോണ്ടല്ലോ, അപ്പം നമുക്കിപ്പോൾ മാർക്കറ്റിൽ ഒരുപാട് ന്യൂസുകളൊന്നുമില്ല. അപ്പം നമ്മൾ ഈ അസോസിയേറ്റഡ് ആയിട്ടുള്ള ന്യൂസുകളും നമ്മൾ ഡെയിലി ഫേസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ ഇപ്പം ഈ കറന്റ് DGCAയുടെ ചീഫ്, അതായത് ഡയറക്ടർ ജനറൽ, അദ്ദേഹത്തിന്റെ പേരെന്നറിയൂ, മിസ്റ്റർ ഫയസ് അഹമ്മദ് കിഡ്വായ്. ഫയസ് അഹമ്മദ് കിഡ്വായ് എന്ന് പറഞ്ഞാൽ 1996 ബാച്ച് IAS ഓഫീസറാണ്.
മധ്യപ്രദേശിൽ നിന്നാണ്. അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയും ഹി മൈറ്റ് ബി എൻ എമിനന്റ് പേഴ്സൺ, വളരെ എന്താ പറയുക കഴിവുള്ള പേഴ്സൺ തന്നെ ആയിരിക്കാം. അദ്ദേഹത്തിന് എല്ലാ റെസ്പെക്റ്റും വിത്ത് ഓൾ ഹ്യൂമിലിറ്റി ആൻഡ് റെസ്പെക്ട് വി സേ ദാറ്റ് അദ്ദേഹം ആ പോസ്റ്റിൽ ഇരിക്കുന്നത് അദ്ദേഹത്തിന് കഴിവുണ്ടെന്ന് തന്നെയാണ് നമ്മൾ സമ്മതിച്ചു കൊടുക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നറിയോ? അഗ്രികൾച്ചർ. മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചറിൽ വർക്ക് ചെയ്ത ആളാണ് ഇപ്പോൾ DGCയുടെ തലപ്പത്തിരിക്കണമെന്നുള്ളത്. അദ്ദേഹം ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ ഡിപ്പാർട്ട്മെന്റിൽ ഇരുന്ന ആളാണ്. അദ്ദേഹത്തിന് അവിടെ കൊണ്ടുവച്ചാൽ അദ്ദേഹം എവിടെയാണ് എക്സ്പെർട്ടീസ് വരുന്നത്? ചില ആൾക്കാരുണ്ട് ചിലപ്പോൾ ഈ വന്നുടൻ തന്നെ ഈ പറയുന്ന പോലെ ആ മിനിസ്ട്രിയിൽ കാര്യങ്ങൾ ഏറ്റെടുത്ത് ആ ഡിപ്പാർട്ട്മെന്റിൽ കാര്യങ്ങൾ ഏറ്റെടുത്ത് നന്നായി പഠിച്ച് മുന്നോട്ട് പോകണം. ഇവിടെ അതൊന്നും കണ്ടിട്ടില്ല എന്നുള്ള കാര്യം, ഒരു ചേഞ്ചും വന്നിട്ടില്ല എന്നുള്ളതാണ് കഷ്ടകാലത്തിനുള്ളൊരു കാര്യം. ഇപ്പോൾ എയർ ഇന്ത്യയെ സംബന്ധിച്ച് നമുക്കറിയാം ഗവൺമെന്റ് കയ്യിലെടുത്തപ്പോൾ ഇത്രത്തോളം കറപ്ഷനും മിസ്മാനേജ്മെന്റും ഇൻഎഫിഷ്യൻസിയും. അത് മാത്രമല്ല ഞാനൊക്കെ കേട്ടിരിക്കുന്ന വെച്ചാൽ അതിൽ ഈ ട്രേ ഇല്ലേ, നമ്മൾ ഈ ഫുഡ് കഴിക്കുന്ന ട്രേ, അത് ബൈ ചെയ്യുന്നതിൽ പോലും വലിയ കറപ്ഷൻസ് നടന്നിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നത് പ്രഫുൽ പട്ടേൽ ആയിരുന്നു എന്നാണ് അന്ന് സിവിൽ ഏവിയേഷന്റെ മിനിസ്റ്റർ. അതൊക്കെ കഴിഞ്ഞ് ഒരുപാട് മുന്നോട്ട് വന്ന് ടാറ്റാസിന് കൊടുത്തു കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചു ഈ ഡിപ്പാർട്ട്മെന്റ് രക്ഷപ്പെട്ടു എന്ന് വെച്ചു. ഇപ്പൊ ടാറ്റാസിന് നമ്മൾ എപ്പോഴും ഒരു ഫ്രീ പാസ് ആണ് കൊടുക്കാറ് അല്ലേ? ടാറ്റാസ് അങ്ങനെ ചെയ്യില്ല, ടാറ്റാസ് അങ്ങനെ ചെയ്യില്ല. ഓഫ് കോഴ്സ് ടാറ്റാസ് അങ്ങനെ ചെയ്യില്ല എന്നുള്ള വിശ്വാസത്തിന് നമ്മൾ മുന്നോട്ട്. പക്ഷേ ഈ കാര്യത്തിൽ ടാറ്റാസിനോട് നമ്മൾ ക്ഷമിക്കാൻ താല്പര്യമില്ല എന്നുള്ള കാര്യം 2.5 കൊല്ലമായി കൈ കിട്ടിയിട്ട് ഇവർക്കറിയാലോ ഇവർക്ക് എന്താണ് ഇൻഹെറിറ്റ് ചെയ്തതെന്ന്, എന്താണ് ഗവൺമെന്റ് എയർ ഇന്ത്യ വഴി കിട്ടിയെന്നും എന്താണ് അതിന്റെ ഫോൾട്ടെന്നും എന്താണ് കുഴപ്പമെന്നൊക്കെ ഇവർക്കറിയാലോ. ഇവർക്ക് ആവശ്യത്തിന് റിസോഴ്സസ് ഉണ്ട്, പൈസയുണ്ട്, ആൾക്കാരുണ്ട്. ലോകത്തുനിന്ന് എവിടെ നിന്ന് വേണമെങ്കിലും കൺസൾട്ടൻസിനെ കൊണ്ടുവന്ന് ഇത് ചെയ്യാമായിരുന്നു. ഇതുവരെ ഇതൊന്നും ചെയ്യാതെ നടക്കുക എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് ഒരിക്കലും നമുക്ക് അതിനെക്കുറിച്ച് ഒരു പാഠം ചെയ്യാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ്. അതുപോലെ ഞാൻ ചോദിക്കുന്നത് എവിടെ പോയി സുപ്രീം കോടതി? സുപ്രീം കോടതി എന്തുകൊണ്ട് സുവമോട്ടോ കേസ് എടുക്കുന്നില്ല? ഇത്രയും പേരുടെ മരണത്തിന് ഇടയായ ഒരു സംഭവം ഇരുന്നിട്ട് സുപ്രീം കോടതി ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കും ഭരണത്തിന് എതിരെ നിന്ന് ഓരോ കാര്യങ്ങളും പറഞ്ഞ് ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ ഇപ്പം ഇന്ന് അടുത്ത കാലത്ത് ഞാൻ പറയേണ്ട ഇപ്പം RBIയുടെ ഒരു ഗോൾഡ് ലോണിനെ കുറിച്ച് ഒരു ഡിസ്കഷൻ പേപ്പർ, ഗോൾഡ് ലോണിനെ ഓർഗനൈസ് സെഗ്മെന്റിലേക്ക് കൊണ്ടുവന്ന് ശരിക്കും പറഞ്ഞാൽ നാട്ടുകാർക്ക് ഉപയോഗപ്രദമായി മുന്നോട്ട് പോകുന്നതിന് പകരം എങ്ങനെ നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കാം എന്നാണ് ഈ റെഗുലേറ്റേഴ്സ് ഒക്കെ വന്നിട്ട് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ DGCയും ഈ പറഞ്ഞ പോലെ നോക്കിയിരിക്കുകയാണ്. ഇപ്പം 2 ദിവസം മുമ്പേ ജാസ്മിൻ ശ്രദ്ധിച്ചോന്നറിയില്ല, നമ്മുടെ പ്രേക്ഷകർ അറിവിലും വേണ്ടി വരും, ഈ കേദാർനാഥിൽ ഹെലികോപ്റ്റർ ചോപ്പർ സർവീസ് നടത്തുന്നുണ്ട്. ഈ ചോപ്പർ സർവീസിന് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ടെറൈനാണ്, അതായത് 400 മീറ്റർ അബോവ് സീ ലെവലിൽ നിന്നാണ്. അതായത് അവിടെ പോയിട്ട് ഏതാണ്ട് എനിക്ക് തോന്നുന്നു അത് 7 പേര് മരിച്ചു എന്നുണ്ടല്ലോ. ആ ചോപ്പർ ക്രാഷ് നടന്നിട്ട് 7 പേര് മരിച്ചു എന്നുള്ളതാണ് മനസ്സിൽ. അതിനകത്ത് ഒരു രസം എന്തെന്നറിയോ? അവിടെ ഒരു എയർ ട്രാഫിക് കൺട്രോൾ ഇല്ല, അവിടെ ഒരു റഡാർ സിസ്റ്റം ഇല്ല, അവിടെ ഒരു ലൈവ് വെതർ റിപ്പോർട്ടിങ്ങും ഇല്ല. അവിടുത്തെ ഒരു പൈലറ്റ് ശരിക്കും പറഞ്ഞാൽ ഏതോ ഒരു ചാനലിന് കൊടുത്ത ഒരു ഇന്റർവ്യൂവിൽ അവർ പറയുന്നത് വെച്ചാൽ ഞങ്ങൾ 100 മുതൽ 300 സോർട്ടീസാണ് ഒരു ദിവസം നടക്കുന്നത്. വി ആർ ഫ്ലൈയിങ് ബ്ലൈൻഡ്. അതായത് ആ സമയത്ത് മഴയും ഇതൊന്നും അവർക്കൊന്നും കാണാനില്ല. എനിക്ക് തന്നെ അറിയാമെന്നുള്ളത് നമ്മുടെ ഒരു മലയാളി, എനിക്ക് തോന്നുന്നു ഇതൊരു 5-6 കൊല്ലമായിട്ടുള്ളൊരു ന്യൂസാണ്. ഒരു മലയാളി ലേഡി പൈലറ്റ് ശരിക്കും പറഞ്ഞാൽ അവിടെ ഈ ഉത്തരാഖണ്ഡിലും ഇതൊക്കെ ഈ പറഞ്ഞ പോലെ ഈ റിലീജിയസ് ഡെസ്റ്റിനേഷനിൽ കൊണ്ടെത്തിക്കാൻ വേണ്ടിയിട്ട് ട്രാവൽ ചെയ്തിട്ട് ഇതേപോലെ ഒരു പ്രശ്നം, ഒരു ടെക്നിക്കൽ സ്നാഗ് വന്നിട്ട് അവരതിനെ താഴേക്ക് സേഫായിട്ട് അവർ ലാൻഡ് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഇലക്ട്രിക് പോസ്റ്റിൻ്റെ വയേഴ്സിൽ തട്ടിയാണ് അവർ മരിച്ചു പോകുന്നതെന്നുള്ള എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ സിസ്റ്ററും കൂടെ ആയിരുന്നു എന്നുള്ളത്. ഇവിടെയൊക്കെ വരുമ്പോൾ DGC എവിടെ പോയി എന്നുള്ള മനുഷ്യജീവന് യാതൊരു വിലയില്ലേ? ഈ പറയുന്ന പോലെ എയർപോർട്ടിൽ ടാക്സ് ഇൻക്രീസ് ചെയ്യുക, ഫ്യൂൽ ചാർജസ് സർചാർജസ് ഇൻക്രീസ് ചെയ്യുക. ഈ വിമാന ദുരന്തം നടന്നതിന് ശേഷം അതിന്റെ അപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 1 കോടി രൂപ കൊടുക്കും എന്നൊക്കെ പറഞ്ഞതിന്റെ പകുതി കാശ് മതിയായിരുന്നല്ലോ ഇതൊന്ന് മര്യാദയ്ക്ക് നടത്തിക്കൊണ്ട് പോകും. തീർച്ചയായിട്ടും ഇതിപ്പോൾ അതിൽ രസമുള്ള ഒരു കാര്യം എന്നറിയോ, ഇത് ഒരു പണ്ടെന്ന് വെച്ചാൽ ഇത് 2014 ജനറൽ ഇലക്ഷന് മുമ്പേ ഇതിനകത്ത് ഒരു ബില്ല് ക്യാബിനറ്റ് പാസ്സാക്കിയിരുന്നു, CAA എന്ന്. ഈ CAA എന്ന് പറഞ്ഞാൽ DGCAക്ക് പകരം ഉണ്ടാക്കാൻ പോകുന്ന ഒരു ബോഡി ആയിട്ടായിരുന്നു. കാര്യം അവർക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കാര്യങ്ങൾ ഓഡിറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് എയർലൈൻസ് യൂസ് ചെയ്യുന്ന എയർപോർട്ടിലേക്ക് വന്ന് എയർക്രാഫ്റ്റ് യൂസ് ചെയ്ത് ടിക്കറ്റിൻ്റെ കൂടെ ഒരു 50 രൂപയും കൂടെ ചേർത്ത് വാങ്ങിച്ച് ഈ 50 രൂപ ഈ CAA എന്ന് പറയുന്ന ആ ഒരു ബോർഡിന് വേണ്ടിയിട്ട് ഒരു ക്യാപിറ്റലാക്കി ഉണ്ടാക്കി അതിന് മുന്നോട്ട് പോകണം എന്നുള്ള രീതിയിലേക്ക് 2014 മുമ്പായിട്ട്, ജസ്റ്റ് ഇലക്ഷന് മുമ്പായിട്ട് ക്യാബിനറ്റ് ക്ലിയർ ചെയ്തൊരു സാധനം. ഇതുവരെ അത് പാർലമെന്റിൽ വെളിച്ചം കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ ഇതിനൊക്കെ വളരെ അന്തസ്സോടുകൂടി പറയും ഇത്രയും ബോയിങ്സ് മേടിച്ചു, ഇത്രയും എയർബസ് മേടിച്ചു എന്നും ഇതൊക്കെ വലിയ സ്റ്റോക്ക് ഐഡിയ എന്ന് പറയുന്നതിൽ നമുക്ക് സങ്കടമുണ്ടെന്നുള്ള കാര്യം. എവിടെയൊക്കെയോ നമ്മളൊരു സിറ്റിസൺസ് ആണ്, നമ്മുടെ ബന്ധുക്കളാണ്, നമ്മുടെ സഹോദരിയും അച്ഛനും മക്കളും അമ്മമാരും ഒക്കെ ട്രാവൽ ചെയ്യുന്ന ഒരു സ്ഥലമാണ്, എല്ലാവരും ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു ലൈഫ് ലൈനായി മാറിക്കഴിഞ്ഞു ഈ എയർലൈൻ മൂവ്മെന്റ് എന്ന് പറയുന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ അവിടെയൊക്കെ വെച്ച് ഈ DGCA പോലത്തെ ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള പെരുമാറ്റങ്ങളൊന്നും നമുക്ക് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റില്ല. ടാറ്റയുടെ ആറ്റിറ്റ്യൂഡ് ഇതിനകത്ത് നമുക്ക് പാഠം ചെയ്യാൻ പറ്റാത്തതാണ്. എൻ്റെ ചോദ്യം കംപ്ലീറ്റ് സുപ്രീം കോടതിയാണ്. സുപ്രീം കോടതി മിണ്ടനും ചേർന്നും ഒക്കെ വരുമ്പോഴത്തേക്കും വലിയ വലിയ വർത്താനങ്ങളാണല്ലോ പറയുന്നത്. നമ്മളെ സംബന്ധിച്ച് നമുക്ക് സുപ്രീം കോടതി ജഡ്ജ്മെന്റിനെ നമുക്ക് ക്രിട്ടിസൈസ് ചെയ്യാം, ജഡ്ജിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നില്ല. നമ്മൾ ജഡ്ജിനെ ഇവിടെ ക്രിട്ടിസൈസ് ചെയ്യുന്നില്ല. സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റുകളും സുപ്രീം കോടതിയുടെ ആക്ടിവിറ്റിയും എവിടെ പോയി, എന്തിനാണ് ഇങ്ങനെ ഉറങ്ങിക്കിടക്കണം എന്നുള്ള ചോദ്യം കൂടെ. എന്തുകൊണ്ട് സുവമോട്ടോ നിങ്ങൾക്ക് സ്വമേധയാ കേസ് എടുത്ത് ഈ പറഞ്ഞ പോലെ DGCA ചെയർമാനെയും ചീഫിനെയും സിവിൽ ഏവിയേഷൻ മിനിസ്റ്ററെയും വെച്ചിട്ട് ഞാൻ പറഞ്ഞല്ലോ ഒരു കഴിഞ്ഞ കൊല്ലം ഈ പറയുന്ന പോലെ US കോൺഗ്രസിന്റെ മുന്നിൽ ബോയിങ്ങിന്റെ ചീഫിനെ ഗ്രില്ല് ചെയ്യുന്ന, അതായത് നിങ്ങളുടെ ശമ്പളം മാത്രമേ നിങ്ങൾ നോക്കിയിട്ടുള്ളൂ, മനസ്സിലായില്ലേ? നിങ്ങൾ എംപ്ലോയീസിനോ ശമ്പളത്തിന്റെ ഹൈക്ക് കൊടുത്തിട്ടില്ല.
എത്രയോ ഫോൾട്ടി ഇഷ്യൂസ് വന്നിട്ട് പോലും നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങളൊന്നും ചെയ്തില്ല. നിങ്ങൾ എന്താ ചെയ്ത? സേഫ്റ്റി ഓഡിറ്റ് ഒക്കെ കുറയ്ക്കുകയാണ് ചെയ്തതെന്നുള്ള പബ്ലിക് വീഡിയോ ആണ് ഇട്ടിരിക്കുന്നത്. അതിന്റെ കീഴിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ജനങ്ങളുടെ കമന്റ് കാണാം. അവിടെയൊക്കെ വെച്ച് അവരെ സ്ട്രിപ്പ് ചെയ്യുന്ന രീതിയിലേക്കാണ് വരുന്നത്. ഇവിടെ അങ്ങനത്തെ ഒരു സിസ്റ്റം ഇല്ല എന്ന് പറയുന്നത് അൺഫോർച്ചുനേറ്റ് ആണ്. നമ്മുടെ ജീവനൊന്നും വില തന്നേ പറ്റൂ ഗവൺമെന്റ്. അത് നമ്മൾ ഡിമാൻഡ് ചെയ്യല്ല, നമ്മുടെ അവകാശമാണെന്നുള്ള പറഞ്ഞു വയ്ക്കുന്നു ജാസ്മിൻ. യെസ്, ഇനി ഏതായാലും നമുക്ക് മാർക്കറ്റിൻ്റെ ഒരു ടെക്നിക്കൽ ഔട്ട്ലുക്ക് കൂടി കിട്ടേണ്ടതുണ്ട്. അതിനായിട്ട് ഇപ്പോൾ റിസർച്ച് ഡെസ്കിൽ നിന്ന് സഫാനാണ് ജോയിൻ ചെയ്യുന്നത്. ഗുഡ് മോർണിംഗ് സഫാൻ. ഗുഡ് മോർണിംഗ് ജാസ്മിൻ. യെസ്, ഏതായാലും മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് 24,900 എന്നുള്ള ഒരു റേഞ്ചിലാണ് ട്രേഡ് ചെയ്യുന്നത്. വളരെ റേഞ്ച് ബൗണ്ട് ആയിട്ടുള്ള മൂവ്മെന്റ് ആണ് നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഒരു ഫ്ലാറ്റ് ടു പോസിറ്റീവ് നോട്ടിലുള്ള ട്രേഡിംഗ്. നിഫ്റ്റിയെയും ബാങ്ക് നിഫ്റ്റിയെയും സംബന്ധിച്ചിടത്തോളം ഇന്ന് പ്രധാനമായിട്ടും നമ്മൾ വാച്ച് ചെയ്തിരിക്കേണ്ട ലെവൽസ് ഏതൊക്കെയാണ്? കറന്റ് മാർക്കറ്റ് സെനാരിയോ നോക്കുകയാണെങ്കിൽ ഫ്രഷ് എൻട്രി കൺസിഡറബിൾ ചെയ്യാൻ പറ്റാത്തൊരു മാർക്കറ്റാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റിയിലെ ഒരു കൺസോൾട്ടേഷൻ റേഞ്ചിലാണ് ജാസ്മിൻ നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത്. നിഫ്റ്റിയിൽ നമുക്ക് സ്ട്രോങ് സപ്പോർട്ടായി 23,800 എന്ന ലെവൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. മാർക്കറ്റിലെ ഒരു കറക്ഷൻ ഫേസിലേക്ക് പോവുകയാണെങ്കിൽ 23,800 എന്ന ലെവൽ ഒരു സ്ട്രോങ് ഡിമാൻഡ് സോണായി ആക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇനി ബാങ്ക് നിഫ്റ്റിയിലേക്ക് നോക്കുകയാണെങ്കിൽ ഇന്നൊരു പോസിറ്റീവ് മുന്നേറ്റമാണെങ്കിൽ പോലും ബാങ്ക് നിഫ്റ്റിയിൽ 56,100 എന്നത് ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആണ്. അതിന് മുകളിൽ ഒരു ക്ലോസിംഗ് ലഭിക്കുകയാണെങ്കിൽ മാത്രമേ ബാങ്ക് നിഫ്റ്റി നമുക്കൊരു പോസിറ്റിവിറ്റി പറയാൻ കഴിയൂ. അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിലെ ഒരു കറക്ഷൻ മോഡിലേക്ക് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഈ മാർക്കറ്റ് ബ്രെഡ്ത്ത് ലാസ്റ്റ് 3 ഡേയ്സിൽ നോക്കുമ്പോൾ 50 വീക്ക് ഹൈ റേഷ്യോ മിക്സഡ് പെർഫോമൻസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് മാർക്കറ്റ് ഇപ്പോൾ ന്യൂട്രൽ സ്റ്റേറ്റിലാണ് ട്രേഡ് ചെയ്യുന്നത് എന്നതാണ്. സ്മാൾ ക്യാപ് ഇൻഡെക്സ് എബോ 18,846 എന്ന റെസിസ്റ്റൻസിന് മുകളിൽ ഒരു ക്ലോസിംഗ് ലഭിക്കുകയാണെങ്കിൽ ഒരു മാർക്കറ്റിന്റെ ഹെൽത്തി സ്റ്റേറ്റിലേക്ക് റാലി പോസിബിലിറ്റി നമുക്ക് എക്സ്പെക്ട് ചെയ്യാവൂ. മാർക്കറ്റിൽ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻസ് ആണ്. യെസ് സഫാൻ, അതോടൊപ്പം തന്നെ നമ്മുടെ സ്റ്റോക്കിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് BSEയുടെ സ്റ്റോക്ക് കഴിഞ്ഞ കുറേ കോൺസിക്യൂട്ടീവ് സെഷനുകൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ റെക്കോർഡ് മുന്നേറ്റമായിരുന്നു BSE രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഇന്നൊരു ഫ്ലാറ്റ് ടു നെഗറ്റീവ് ടോണിലുള്ള ട്രേഡിംഗ് ആണ് കാണാൻ സാധിക്കുന്നത്. BSEയും സംബന്ധിച്ചിടത്തോളം ഒരു അപ്ഡേറ്റ് വന്നിട്ടുള്ളത് NSEയെ സംബന്ധിച്ചിടത്തോളം ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ കരാറുകളുടെ ഒരു എക്സ്പയറി എന്ന് പറയുന്നത് വ്യാഴാഴ്ചയിൽ നിന്ന് ചൊവ്വാഴ്ചയിലേക്ക് മാറുമെന്നും BSEയുടേത് വ്യാഴാഴ്ചയിലേക്ക് മാറുമെന്നുള്ളതാണ് ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത്. സെപ്റ്റംബർ 1, 2025 മുതലാണ് ഇത് പ്രാബല്യത്തിൽ വരിക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നിലവിൽ BSEയുടെ ട്രെൻഡ് അല്ലെങ്കിൽ ആ ഒരു ബുള്ളിഷ് മൊമെന്റം കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു സാധ്യത എത്രമാത്രമാണ്? ജാസ്മിൻ, BSEന്റെ ടെക്നിക്കൽ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ഇത് കൺഫേം അപ് ട്രെൻഡിലാണ് ട്രേഡ് ചെയ്യുന്നത്. റീസെന്റ് 5-6 ക്യാൻഡിൽസിൽ കറക്ഷൻ നമുക്ക് ഫോം ചെയ്ത് എങ്കിൽ പോലും 2298 എന്നത് ഒരു സ്ട്രോങ് സപ്പോർട്ടായി ആക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. കൂടാതെ നല്ലൊരു വോളിയം ആക്ഷൻസ് ആണ് റീസെൻ്റ്ലി റാലിയിൽ നമുക്ക് ലഭിച്ചത്. ഈ ഒരു സ്റ്റോക്കിൽ ഇപ്പോൾ ഉണ്ടാകുന്ന കറക്ഷൻ നിയർ ടു ഡിമാൻഡ് സോൺ ആണ്. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് ഒരു ട്രെൻഡ് റിവേഴ്സൽ പോസിബിലിറ്റിയാണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത്. എഗെയിൻ മറ്റൊരു സ്റ്റോക്ക് മഹീന്ദ്രയാണ്. ഇന്ന് 1.5% കൂടുതൽ ഒരു നേട്ടം ഈ ഒരു സ്റ്റോക്ക് രേഖപ്പെടുത്തുന്നു. 3065 രൂപയിലാണ് ട്രേഡ് ചെയ്യുന്നത്. മഹീന്ദ്രയെ സംബന്ധിച്ചിടത്തോളം SML ഇസൂസു ലിമിറ്റഡിലെ ഓഹരി ഏറ്റെടുക്കുന്നതിന് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അതായത് CCIയുടെ നോഡ് ലഭിച്ചതായിട്ടുള്ള ഒരു അറിയിപ്പ് കമ്പനി നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു മുന്നേറ്റം ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. 2 ഫേസ് ആയിട്ടായിരിക്കും ഈ ഒരു ഏറ്റെടുക്കൽ നടക്കുക എന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ മഹീന്ദ്രയെ സംബന്ധിച്ചിടത്തോളം ടെക്നിക്കലി എത്രമാത്രം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്? ഈ ഒരു സ്റ്റോക്ക് ചോപ്പി ആൻഡ് സ്ലോ മൂവർ ക്യാരക്ടറിസ്റ്റിക്സ് കാണിക്കുന്ന സ്റ്റോക്കാണ്. 3173 എന്നത് ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആണ്. അതിന് മുകളിൽ ഒരു ക്ലോസിംഗ് ലഭിക്കുകയാണെങ്കിൽ നെക്സ്റ്റ് അപ്സൈഡ് റാലി നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഇതിന് ട്രെൻഡ് അനലൈസ് ചെയ്യുമ്പോൾ ഒരു റാലി അറ്റംപ്റ്റ് സ്റ്റേജിലാണ് ഇപ്പോൾ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. എങ്കിലും വോളിയം വീക്ക് ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എഗെയിൻ ഇതുമായി ബന്ധപ്പെട്ട് തന്നെ SML ഇസൂസുവിന്റെ സ്റ്റോക്ക് പരിശോധിച്ചാൽ ഇന്നൊരു ഫ്ലാറ്റ് ടു നെഗറ്റീവ് ടോണിലാണ് നമുക്ക് ട്രേഡിംഗ് കാണാൻ സാധിക്കുന്നത്. ചാർട്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരു 52 വീക്ക് ഹൈ രേഖപ്പെടുത്തിയിരിക്കുന്നത് ലാസ്റ്റ് ഇയർ ഓഗസ്റ്റ് 2-നാണ് 2293 രൂപ എന്നുള്ളൊരു നിലവാരത്തിൽ. ഇപ്പോഴാണെങ്കിൽ ട്രേഡ് ചെയ്യുന്നത് 1876 രൂപ എന്നുള്ളൊരു നിലവാരത്തിലുമാണ്. എന്തെങ്കിലും ഒരു ടേൺ അറൗണ്ടിനുള്ള സാധ്യത SML ഇസൂസുവിലുണ്ടോ? നിലവിലത്തെ ഒരു ടെക്നിക്കൽ ഇൻഡിക്കേഷൻ എങ്ങനെയാണ്? ഈ ഒരു സ്റ്റോക്കിൽ 13th ജൂണിൽ ഒരു മദർ ക്യാൻഡിൽ ഫോം ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ബേബി ക്യാൻഡിൽസ് ആണ് റീസെൻ്റ്ലി 3 ഡേയ്സ് ആയിട്ട് ഫോം ചെയ്തിട്ടുള്ളത്. ഇത് ട്രേഡ് ചെയ്യുന്നത് ഈ ഒരു സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് ട്രെൻഡ് റിവേഴ്സൽ സ്റ്റേജിലാണ്. കൂടാതെ ഒരു റിലേറ്റീവ് സ്ട്രെങ്ത് എല്ലാം 70 ആണ് കാണിക്കുന്നത്. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് മോർ അപ്സൈഡ് റാലി പോസിബിലിറ്റി എന്നതാണ്.
ഇതിൻ്റെ 1953 എന്നത് ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആണ്. അതിന് മുകളിൽ ഒരു ക്ലോസിംഗ് ലഭിക്കുകയാണെങ്കിൽ നെക്സ്റ്റ് അപ്സ്റ്റെയർ മൂവ്മെൻറ്റ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ബോട്ടം ലെവലിലെല്ലാം, അതായത് റൗണ്ട് ബോട്ടം പാറ്റേൺ ഫോർമേഷനിലെല്ലാം സ്ട്രോങ് ബൈങ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റോക്ക് നമുക്ക് റാലി അറ്റംപ്റ്റ് സ്റ്റേജിലാണ് ഇന്ന് കൺഫേം ചെയ്യാൻ കഴിയും. സഫാൻ, ഹിന്ദുസ്ഥാൻ സിങ്കിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. ഇന്ന് സ്റ്റോക്ക് ഓൾറെഡി 5.5% കൂടുതൽ ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 459 രൂപയിലാണ് ഹിന്ദുസ്ഥാൻ സിങ്കിന്റെ ഓഹരികൾ ട്രേഡ് ചെയ്യുന്നത്. ഹിന്ദുസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൊമോട്ടർ വേദാന്ത ലിമിറ്റഡ് ബ്ലോക്ക് ഡീലുകൾ വഴി ഹിന്ദുസ്ഥാൻ സിങ്ക് ലിമിറ്റഡിലെ 7500 കോടി രൂപ വരെയുള്ള ഓഹരികൾ വിൽക്കുന്നു എന്നുള്ളതാണ് അപ്ഡേറ്റ്. ആ ഒരു ബ്ലോക്ക് ഡീലിന് ശേഷമാണ് ഇന്ന് സ്റ്റോക്കിൽ 5.5% കൂടുതലുള്ളൊരു വീഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഹിന്ദുസ്ഥാൻ സിങ്കിനെ സംബന്ധിച്ചിടത്തോളം ഇനി പ്രധാനമായിട്ടും വാച്ച് ചെയ്തിരിക്കേണ്ട ലെവൽസ് ഏതൊക്കെയാണ്? സ്ട്രാറ്റജി സ്വിംഗ് ട്രേഡേഴ്സ് എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് എക്സാമ്പിൾ കാണിച്ച ഒരു റീസെന്റ് മൂവ്മെന്റ് ആണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതായത് ഈ ഒരു സ്റ്റോക്കിൽ റീസെന്റ് ഒരു ബേസ് ബ്രേക്ക്ഔട്ട് റാലി ലഭിച്ചതിന് ശേഷം ഹയർ ലെവലിൽ ഒരു റിജക്ഷൻ ചെയ്തതിനു ശേഷം ഡിസ്ട്രിബ്യൂഷൻ ക്യാൻഡിൽസ് ആണ് ഫോം ചെയ്തത്. എസ്പെഷ്യലി പറയുകയാണെങ്കിൽ ഇന്നലെ പോലും നല്ലൊരു ഡിസ്ട്രിബ്യൂഷൻ വോളിയം ഡിസ്ട്രിബ്യൂഷൻ ആണ് ഈ സ്റ്റോക്കിൽ നമുക്ക് കാണാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ ഇനിയൊരു ഈ സ്റ്റോക്കിൽ നെക്സ്റ്റ് അപ്സ്റ്റെയർ മൂവ്മെന്റ് ലഭിക്കണമെങ്കിൽ 473 എന്നത് ലെവലിന് മുകളിൽ ഒരു സ്ട്രോങ് ക്ലോസിംഗ് ലഭിക്കേണ്ടതുണ്ട്. അല്ലാത്ത പക്ഷം മോർ കറക്ഷൻ പോസിബിലിറ്റിയാണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത്. എഗെയിൻ പഞ്ചാബ് നാഷണൽ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്റ്റേക്ക് സെയിലാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഇന്നൊരു ഫ്ലാറ്റ് പോസിറ്റീവ് ടോണിലാണ് ഈ ഒരു സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. നിലവിൽ 106 രൂപയിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. പഞ്ചാബ് നാഷണലിൻ്റെ ടെക്നിക്കൽ ലെവൽസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നിലവിൽ എങ്ങനെയാണ്? ഈ ഒരു സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് ഡിമാൻഡ് സോണിലാണ്. കൂടാതെ സ്മോൾ ക്യാൻഡിൽസ് ആണ് ഫോം ചെയ്തിട്ടുള്ളത്. വോളിയം ഡ്രൈ അപ്സും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ സ്റ്റോക്ക് ഇവിടുന്ന് സപ്പോർട്ട് എടുത്ത് റാലി നടക്കുകയാണെങ്കിൽ ഒരു 118 എന്ന ലെവലിൽ ഒരു ഷോർട്ട് ടൈം ടാർഗറ്റായി ഈ സ്റ്റോക്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. കറന്റ് ട്രെൻഡ് അനലൈസ് ചെയ്യുമ്പോൾ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് റാലി അറ്റംപ്റ്റ് സ്റ്റേജിലാണ്. കൂടാതെ റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡിക്കേഷൻസ് എല്ലാം പോസിറ്റീവായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സഫോൻ, ഇന്ന് നമ്മൾ നിഫ്റ്റിയുടെ ഒരു ചാർട്ട് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടോപ്പ് ഗെയിനർ ആയിട്ടുള്ളത് ഇൻഡസ്ഇൻഡ് ബാങ്ക് തന്നെയാണ്. 3% കൂടുതൽ ഒരു നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു തുടക്കഘട്ടത്തിൽ. ഇപ്പോൾ അത് 5% കൂടുതലിലേക്ക് എത്തിയിരിക്കുകയാണ്. 851 രൂപ എന്നുള്ളൊരു നിലവാരത്തിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഇതിന് പ്രധാനമായിട്ടും ആഗോള ബ്രോക്കറേജ് സ്ഥാപനമായിട്ടുള്ള നോമുറ ഇൻഡസ്ഇൻഡ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഷെയർസിന് ഒരു അപ്ഗ്രേഡ് റേറ്റിംഗ് നൽകിയിരിക്കുന്നു. നിലവിലത്തെ ഒരു ന്യൂട്രൽ റേറ്റിംഗിൽ നിന്ന് ഒരു ബൈ റേറ്റിംഗിലേക്ക് നൽകുകയും ടാർഗറ്റ് പ്രൈസ് നേരത്തെ ഉണ്ടായിരുന്ന 700-ൽ നിന്ന് 1050 ആക്കി വലിയൊരു രീതിയിലുള്ള ഒരു അപ്സൈഡ് പൊട്ടൻഷ്യലാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിൽ ഇൻഡസ്ഇൻഡ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഇതിനെ സ്റ്റേറ്റ് ചെയ്യുന്നത് എത്രമാത്രം ടെക്നിക്കലി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്? പ്രധാനപ്പെട്ട ലെവൽസ് ഏതൊക്കെയാണ്? യെസ് ജാസ്മിൻ, ഇന്ന് നല്ലൊരു സ്ട്രോങ് മൊമെന്റം ക്യാൻഡിലാണ് ഫോം ചെയ്തിട്ടുള്ളത്. 5%-ലധികം മുന്നേറ്റമാണ് ഈ സമയത്ത് രേഖപ്പെടുത്തുന്നത്. കൂടാതെ കറന്റ് അപ്പ് വോളിയം ലാസ്റ്റ് 10 ഡേയ്സിൽ ഉണ്ടായിരുന്ന ഡൗൺ വോളിയത്തേക്കാൾ കൂടുതലാണ്. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു ഷോർട്ട് ടൈം പെർസ്പെക്റ്റീവിൽ ഒരു റാലി പോസിബിലിറ്റി എന്നതാണ്. കൂടാതെ 22 മെയിൽ ഒരു സ്ട്രോങ് ബൈയിങ് വോളിയം നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും ഇതിന്റെ ലോങ് ടേം പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ ഈ സ്റ്റോക്ക് കറന്റ്ലി ബിയറിഷ് ട്രെൻഡിൽ തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കൂടാതെ ഹയർ ലെവൽസിലെല്ലാം നല്ല ഡിസ്ട്രിബ്യൂഷൻ വോളിയം ക്യാൻഡിൽസ് എല്ലാം റീസെന്റ് കറക്ഷൻസിലെല്ലാം ഫോം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആ ലെവൽസ് എല്ലാം ബ്രേക്ക് ചെയ്യുന്നതോളം കാലം ഇത് ലോങ് ടേം ട്രെൻഡ് സ്റ്റിൽ ബിയറിഷ് ആണ്. എങ്കിലും മേ ബി ഒരു ഷോർട്ട് ടേം റാലി നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ നിന്നും എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. സഫാനാണ് ഇപ്പോൾ മാർക്കറ്റിൻ്റെ ഒരു ടെക്നിക്കൽ ഔട്ട്ലുക്കും അതോടൊപ്പം തന്നെ സ്റ്റോക്കിൻ്റെ ഒരു ടെക്നിക്കൽ ഡീറ്റെയിൽസും ഒക്കെ തന്നെ നൽകിയത്. സുരേഷ് സാർ, ഏതായാലും നമുക്കിന്നിപ്പോൾ സ്റ്റോക്ക് ഡീറ്റെയിൽസ് ആയിട്ട് ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ പ്രേക്ഷകർ ഏറ്റവും അധികം കാത്തിരിക്കുന്ന സ്പോട്ട്ലൈറ്റ് സ്റ്റോക്കിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ജാസ്മിൻ, അതിന് മുമ്പേ ഈ ഒരു സ്റ്റോക്ക് ന്യൂസ് ആയിട്ട് 2 കാര്യങ്ങൾ പറയേണ്ടത്. അതായത് ഇപ്പോൾ ഹിന്ദുസ്ഥാൻ സിങ്കിന്റെ ഒരു ബ്ലോക്ക് ഡീലാണ് ഇന്ന് വരുന്നത് അല്ലേ? ഇപ്പം നമ്മളെ സംബന്ധിച്ച് സ്റ്റോക്ക് ന്യൂസ് എന്ന് പറഞ്ഞാൽ ഹിന്ദുസ്ഥാൻ സിങ്ക് അല്ല, വേദാന്തയാണെന്നുള്ള കാര്യം വെച്ചാൽ ഈ വേദാന്തയാണ് ഹിന്ദുസ്ഥാൻ സിങ്കിൽ ഹോൾഡ് ചെയ്യുന്നത്. അനിൽ അഗർവാൾ കമ്പനിയാണല്ലോ വേദാന്ത. എൻ്റെ അറിവനുസരിച്ച് 2025 ആനുവൽ റിപ്പോർട്ട് നോക്കുമ്പോൾ 63.42% സ്റ്റേക്ക് വേദാന്ത ഹിന്ദുസ്ഥാൻ സിങ്കിൽ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ചെറിയ ഒരു പോർഷൻ അവർ സെല്ല് ചെയ്യുന്നുണ്ട്. അതാണ് ഇന്ന് ബ്ലോക്ക് ഡീലായിട്ട് ബ്ലോക്ക് ഡീൽ വിൻഡോയിൽ നടക്കുന്നത്. എത്രയാണ് അവർ സെല്ല് ചെയ്യുന്നത്? 1.6% ഓഫ് ഇക്വിറ്റി. 1.6% ഓഫ് ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ 3018 കോടി വർത്ത് ഓഫ് ഷെയർസ് ആണ്
വേദാന്ത ഇന്ന് ഹിന്ദുസ്ഥാൻ സിങ്കിൽ വിൽക്കുന്നതെന്നുള്ള അതിൻ്റെ ഫ്ലോർ പ്രൈസ് 452.5. എന്തുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഷെയർ താഴെ പോയി എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അത് 485 എങ്ങാണ്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്ത്. അതിൽ നിന്ന് സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ള ഡിസ്കൗണ്ടിലാണ് ഈ ട്രേഡ് നടക്കുന്നത്, ബ്ലോക്ക് ഡീൽ വിൻഡോ നടക്കുന്നത് എന്നുള്ള. ഇപ്പോൾ ഓഗസ്റ്റ് 2024 തന്നെ വേദാന്ത ഇതിൽ 1.5% സെല്ല് ചെയ്തിരുന്നു. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും എനിക്ക് തോന്നുന്നു നവംബറിൽ 1.6% സെല്ല് ചെയ്തിരുന്നു. ഇപ്പോൾ അതാ വീണ്ടും ഇപ്പോൾ വേദാന്ത വന്ന് ഏതാണ്ട് 1.6% സെല്ല് ചെയ്യുന്നു എന്നുള്ള. ഇപ്പോൾ ഇതിലൊരു വേദാന്തയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഹിന്ദുസ്ഥാൻ സിങ്കിന്റെ ഹോൾഡിംഗ് കമ്പനിയാണല്ലോ വേദാന്ത. അപ്പോൾ ഹിന്ദുസ്ഥാൻ സിങ്കിൽ നിന്ന് കുറച്ച് ഡിവിഡൻഡ് വേദാന്തയ്ക്ക് കിട്ടിയിട്ടുണ്ട്. ഒന്ന്. രണ്ടാമത് ഈ 1.6% ഇപ്പോൾ സെല്ല് ചെയ്യണതും കഴിഞ്ഞ ഓഗസ്റ്റിൽ സെല്ല് ചെയ്തതുമായിട്ടുള്ള ക്യാഷ് വേദാന്തയുടെ ബാലൻസ് ഷീറ്റിൽ ഇരിപ്പുണ്ട്. ഇത് രണ്ടും കൂടെ ചേർന്ന് ഒരു ഹാൻസം ആയിട്ടുള്ള ഡിവിഡൻഡ് ചിലപ്പോൾ വേദാന്തയ്ക്ക് ഈ പറയുന്ന പോലെ ഹിന്ദുസ്ഥാൻ സിങ്കിന് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ബെനിഫിഷ്യറി, ഈ നടക്കുന്ന ഡീലിൻ്റെ ശരിക്കും പറഞ്ഞാൽ ബെനിഫിഷ്യറി മിക്കവാറും ആസ് വി മൂവ് ഫോർവേഡ്, ഇപ്പം അറിയില്ല, ജസ്റ്റ് ഒരു സ്പെക്കുലേറ്റീവ് ആയിട്ട് പറയുന്നതാണ്, വേദാന്തയുടെ ഷെയർ ഹോൾഡേഴ്സിനായിരിക്കും അത് ബെനിഫിറ്റ് ആയിട്ട് കിട്ടാൻ പോണേ. ഈ ഹിന്ദുസ്ഥാൻ സിങ്ക് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ബിഗ്ഗസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് സിൽവർ ആൻഡ് സിങ്ക് ആണ്. സിൽവർ ഉണ്ടാക്കുന്ന ഏക കമ്പനി ഹിന്ദുസ്ഥാൻ സിങ്ക് ആണെന്നുള്ളതാണ്. അടുത്ത കാലത്ത് അവർ കപ്പാസിറ്റി എക്സ്പാൻഷന് വേണ്ടി 12,000 കോടിയുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് അവർ ഉദ്ദേശിച്ചിരുന്നു. വളരെ വലിയ ഫ്രീ ക്യാഷ് ഫ്ലോ ഉള്ള കമ്പനിയാണ്. 13,700 കോടി ഫ്രീ ക്യാഷ് ഫ്ലോ ഉള്ള കമ്പനിയാണ് ഹിന്ദുസ്ഥാൻ സിങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഹിന്ദുസ്ഥാൻ സിങ്ക് അവിടെ ഇരിക്കട്ടെ, ഈ വേദാന്തയുടെ ഡിവിഡൻഡ് ആയിരിക്കും ചിലപ്പോൾ നമ്മൾ ഇനി വരാൻ പോകുന്ന ഡിസങ്ങളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് മാത്രമല്ല വേദാന്ത ട്രേഡ് ചെയ്യുന്നത് ഒരു ഒരു വാല്യൂ എന്താ പറയുക ഒരു സോണിലാണ് വേദാന്ത ട്രേഡ് ചെയ്യണം എന്നുള്ളത് ഒന്ന് പറഞ്ഞു വെക്കണം. പിന്നെ രണ്ടാമത് നേരത്തെ സഫ്വാൻ്റെ അടുത്ത് ചോദിച്ച പോലെ BSE NSEയുടെ എക്സ്പയറി ഏതാണ്ട് ട്യൂസ്ഡേ ആക്കി, BSEയുടെ എക്സ്പയറി ഏതാണ്ട് തേഴ്സ്ഡേ ആക്കി എന്നുള്ള. അത് കാരണം ഒന്നാമതേ BSE എന്ന് പറയുന്നത് NSEയുടെ മുന്നിൽ ഒന്നുമല്ല. NSE ലിസ്റ്റഡും അല്ല, BSE ലിസ്റ്റഡും ആണ്. ഒരു 90% ഓഫ് ഡെറിവേറ്റീവ് വോളിയം കൺട്രോൾ ചെയ്യുന്നത് NSE ആണ്. നമ്മൾ ഇതിനു മുമ്പ് ഒരു ദിവസം ഓപ്പണിംഗ് അവസ്ഥ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ടെന്നുള്ള. ഈ ഒരു മൂവോട് കൂടി തന്നെ കുറച്ചുകൂടി ഒരു മാർക്കറ്റ് ഷെയർ BSEയുടെ നഷ്ടപ്പെടാനും അതിൻ്റെ പ്രോഫിറ്റിനെ അഫക്റ്റ് ചെയ്യാനും ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന ഒരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമുക്കൊരു സ്റ്റോക്കിംഗ് ന്യൂസ് ആയിട്ട് ഇനി നമുക്ക് വീണ്ടും വരാമെന്നുള്ളത്. ഈ പറഞ്ഞ സ്പോട്ട്ലൈറ്റ് സ്റ്റോക്കാണ് നമ്മൾ ഇപ്രാവശ്യം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഹെൽത്ത് കെയർ സ്റ്റോക്കാണ്. പലരും നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ഹെൽത്ത് കെയർ സ്റ്റോക്കിനെ കുറിച്ച് പറയുമെന്ന്. ഓഫ് കോഴ്സ് ഇന്ന് നമുക്ക് ഹെൽത്ത് കെയർ സ്റ്റോക്ക് തന്നെ എടുക്കാം. അപ്പോളോ ഹോസ്പിറ്റലാണ്. എന്താണ് ഈ ഹെൽത്ത് കെയർ സ്റ്റോക്കിൽ ഓപ്പർച്യൂണിറ്റി? ഇതൊരു പ്ലസ് ആയിട്ട് നമ്മൾ സ്റ്റോക്കിൻ്റെ കാര്യത്തിൽ പറയാമെന്നല്ലാതെ ശരീരം വെച്ച് നോക്കുമ്പോൾ ഇതൊരു എന്താ പറയുക ഒരു പോസിറ്റീവ് നോട്ടല്ല. കാര്യം ഇതിൻ്റെ എപ്പോഴും ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി നമ്മൾ പറയണത് എന്താ, ഇന്ത്യ ശരിക്കും പറഞ്ഞാൽ GDPയുടെ 2% മാത്രമേ ഹെൽത്ത് കെയറിന് വേണ്ടി ചിലവാക്കുന്നുള്ളൂ. മറ്റുള്ള രാജ്യങ്ങളൊക്കെ 10% ഓഫ് GDP ആണ് ഹെൽത്ത് കെയറിന് വേണ്ടി അലോക്കേറ്റ് ചെയ്യുന്നത്, സോഷ്യൽ സെക്യൂരിറ്റിക്കൊക്കെ വേണ്ടി. അപ്പോൾ ഇന്ത്യയുടെ GDPയുടെ ഈ ഹെൽത്ത് കെയറിന് വേണ്ടിയുള്ള സ്പെൻഡ് വളരെ കുറവാണ്. അത് കാലക്രമേണ ഉയർന്നു തന്നെ വരും എന്നുള്ളതാണ് നമ്മളൊരു കാൽക്കുലേഷൻ എന്ന് പറഞ്ഞത്. രണ്ട്, ഈ Tier 2, Tier 3 സിറ്റീസിലൊന്നും ഭയങ്കരമായിട്ടൊന്നും ഈ പറയുന്ന പോലെ ഗവൺമെൻറ്റിൻ്റെ അല്ലാതെ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിൻ്റെ ഒരു നുഴഞ്ഞുകയറ്റമൊന്നും അധികം നടന്നിട്ടില്ല. അപ്പോൾ അതൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് മെയിൻലി വലിയ ബ്രാൻഡ് നെയിം ഹോസ്പിറ്റൽസിലൊക്കെ സിറ്റിയിലാണ് കൺഫൈൻ ചെയ്തേക്കുന്നത്. മാക്സിമം പോയ ഒരു Tier 2 സിറ്റിയിലേക്കും Tier 3, Tier 4 സിറ്റിയിലേക്കൊന്നും അധികം വന്നിട്ടില്ല. അപ്പോൾ അതൊരു വലിയൊരു ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമ്മൾ പറയുന്നു. മൂന്നാമത് നമ്മളെയൊക്കെ പോലെ തന്നെ എന്നെയൊക്കെ പോലെ തന്നെ ഏജിങ് പോപ്പുലേഷൻ ഭയങ്കരമായിട്ട് ഉണ്ട്. അത് പ്രത്യേകിച്ച് ഏജിങ് പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏജിങ് പോപ്പുലേഷൻ തന്നെ ഡയബറ്റീസും ഹാർട്ടിൻ്റെ അസുഖമുള്ള പേഷ്യൻസ് ഒരുപാട് കൂടുതലാണ് എന്നുള്ളതാണ്. അതൊക്കെ ഈ സ്റ്റോക്കിൻ്റെ ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് പറയണമെന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ. പിന്നെ അത് മാത്രമല്ല ഈ ഗവൺമെൻറ്റിൻ്റെ ഒരുപാട് വെൽഫെയർ സ്കീംസ് ഉണ്ട്, ഈ ആയുഷ്മാൻ ഭാരത്, ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ ഇൻഡസ്ട്രിക്ക് വളരെ പ്ലസ് പോയിന്റ് ആയിട്ടാണ് നമ്മൾ പറയുന്നത്. അത് മാത്രമല്ല ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ പെനിട്രേഷനും കൂടുന്നു എന്നുള്ളത് ഹോസ്പിറ്റൽ ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് ബെനിഫിഷ്യൽ ആയിട്ടുള്ള, സോറി ഞാൻ ഈ പറയുന്നത് ഇതൊരു നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് അറിയാം, ബട്ട് ഇതൊക്കെയാണ് ആ ഇൻഡസ്ട്രിയുടെ ഗ്രോത്ത് എന്ന് പറയുന്നത്. അവിടെ അപ്പോളോ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ലാർജസ്റ്റ് പ്രൈവറ്റ് ഹെൽത്ത് കെയർ ഗ്രൂപ്പാണ്. അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു കംപ്ലീറ്റ് ഹെൽത്ത് കെയർ എക്കോസിസ്റ്റം ഉണ്ട്. അതായത് കംപ്ലീറ്റ് വാല്യൂ ചെയിൻ അവർ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതായത് അവർക്ക് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുണ്ട്, അവർക്ക് ഫാർമസീസ് ഉണ്ട്, അവർക്ക് ഡയഗ്നോസ്റ്റിക് സെൻറ്റേഴ്സ് ഉണ്ട്, അവർക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട്. അപ്പോളോ മ്യൂണിക് ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കറിയാലോ. പിന്നെ പ്രിവെൻറ്റീവ് ഹെൽത്ത് കെയർ ചെക്കപ്പിന് തന്നെ അവർക്ക് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്, ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ ഉണ്ട്, ക്ലിനിക് ആൻഡ് ഡേ കെയർ സെൻറ്റേഴ്സ് ഉണ്ട്. അങ്ങനെ കംപ്ലീറ്റ് ഹെൽത്ത് കെയറിൻ്റെ വാല്യൂ ചെയിൻ കൺട്രോൾ ചെയ്യണ ലാർജസ്റ്റ് ആൻഡ് ബിഗ്ഗസ്റ്റ് പ്രൈവറ്റ് ഹെൽത്ത് കെയർ ഓപ്പറേറ്ററാണ്. അവർ ഓൺലൈനിലും ഓഫ്ലൈനിലും അവർക്ക് ഇൻവോൾവ്മെന്റ് ഉണ്ട് എന്നുള്ളതാണ് അതിനകത്തുള്ള പ്രത്യേകത. അവരുടെ ബിസിനസ് മോഡലിൽ ശരിക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ അവർ 74% റവന്യൂ ഹെൽത്ത് കെയർ സർവീസസിൽ നിന്നാണ് വരുന്നത്. ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റും അതിന് അസോസിയേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഏതാണ്ട് 25% ഫാർമസി എന്നുള്ളൊരു റവന്യൂ, 1% അതർ സർവീസസ് ആക്ടിവിറ്റീസ്. ഇതാണ് അതിനകത്ത് വരുന്നത്. 70 ഹോസ്പിറ്റലുണ്ട് ഇവർക്ക്. അത് ഏതാണ്ട് 9,789 ബെഡ്സ്. ഇത് ശരിക്കും പറഞ്ഞാൽ ബെഡ് വെച്ചിട്ടാണ് നമ്മൾ ഇതിന്റെ ഒരു എക്സ്പാൻഷൻ പറഞ്ഞത്. ഹോസ്പിറ്റലിനേക്കാളും ഇത്രയും ബെഡ്, അതായത് എക്സിസ്റ്റിംഗ് ഹോസ്പിറ്റലിൽ തന്നെ വേറൊരു അനക്സ് കൊണ്ടുവന്ന് ബെഡ് കൂട്ടാം, അങ്ങനെ
അങ്ങനെയൊക്കെയാണ് ഈ ബിസിനസിൻ്റെ ഒരു ഡൈനാമിക്സ്. അപ്പോൾ 70 ഹോസ്പിറ്റലിൽ നിയർലി 9,000 ബെഡ്സ് ആണ് അവർക്ക് ഉള്ളതെന്നുള്ളത്. കൂടുതലും അവർ കാർഡിയോളജി, ഓങ്കോളജി, ന്യൂറോ, ഓർത്തോ, റേഡിയോളജി എന്നിങ്ങനെ ഡിപ്പാർട്ട്മെൻറ്റാണ് അവർ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അവർ സ്പെഷ്യലൈസേഷൻ അതിലേക്കാണ്. അവർക്ക് ഇൻ്റർനാഷണൽ പേഷ്യൻസും ഉണ്ട്, ഡൊമസ്റ്റിക് പേഷ്യൻസും ഉണ്ട് എന്നുള്ളത്. 6600 റീറ്റെയിൽ ഫാർമസി ഔട്ട്ലെറ്റ്സ് ഉണ്ട് ഇവർക്ക്. 6600. ഇത് കൂടാതെ തന്നെ ഇവർക്ക് ഏതാണ്ട് ഓൺലൈൻ സ്റ്റോഴ്സും ഉണ്ട്. ഈ മെഡിസിൻ, ഹെൽത്ത് കെയർ പ്രോഡക്ട്സ് എല്ലാം കൂടെ ചെയ്തു വെക്കുന്നത്. ഇവരുടെ ഡിജിറ്റൽ സർവീസസ് അപ്പോളോ 24/7 എന്ന് ഇവർക്ക് ഡിജിറ്റൽ സർവീസ് ഉണ്ട്. അതൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്. അതിനകത്ത് നിങ്ങൾക്ക് ഡോക്ടറിൻ്റെ അപ്പോയിൻമെൻറ്റ്സ് ഒക്കെ ചെയ്യാം, മെഡിസിൻ നമുക്ക് ഓൺലൈനായിട്ട് ബൈ ചെയ്യാം, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് വീട്ടിലേക്ക് വരുത്തിക്കാം. നമുക്ക് ഇതെല്ലാം ഒരു ഡിജിറ്റൽ ഡോക്ടർ ഓഫീസ് പോലെ അവർക്ക് ഒരു ആം ഉണ്ട് എന്നുള്ളതാണ്. അവർ അടുത്ത കാലത്ത് 6600 കോടിയുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പറഞ്ഞിരുന്നു. അതായത് അവർ അഡീഷണൽ ആയിട്ട് 4400 ന്യൂ ഹോസ്പിറ്റൽ ബെഡ്സും കൂടെ അവരുടെ ഇതിലേക്ക് ഇൻവെൻട്രിയിലേക്ക് ആഡ് ചെയ്യാൻ പോകണമെന്നുള്ളത്. അതായത് 3-4 കൊല്ലം കൊണ്ട് 11 ലൊക്കേഷൻസിലായിട്ടാണ് ഈ 4400 ബെഡ്സ് അവർ അഡീഷണൽ ആയിട്ട് ചെയ്യാൻ പോണേ ഓൺ എൻ ഇൻവെസ്റ്റ്മെന്റ് ഓഫ് 6100 crore. അപ്പോൾ ഒരു എക്സ്പാൻഷൻ പ്ലാൻ അവർക്ക് ഉണ്ടെന്നാണ്. അവർക്ക് ഏതാണ്ട് 6600 ഫാർമസി സ്റ്റോഴ്സ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അത് വീണ്ടും ഒരു 5000 സ്റ്റോഴ്സും കൂടെ അവർ കൂട്ടാൻ പോണു എന്നുള്ളതാണ്. അതായത് അവർ പറയുന്നത് 18 to 20% ഗ്രോത്ത് വരെ ഈ ഫാർമസി ബിസിനസ് ഗ്രോ ചെയ്തേക്കാം എന്നുള്ളതാണ്. പിന്നെ ഇവർ ഈ ഓൺലൈൻ ഡിജിറ്റൽ സർവീസസിന് 27 കോടി രജിസ്റ്റേർഡ് യൂസേഴ്സ് ഉണ്ട്. അവർ പറയുന്നത് ഏതാണ്ട് ഈ പറയുന്ന പോലെ ഇനി അടുത്ത കുറച്ച് കൊല്ലം കൊണ്ട് ഏതാണ്ട് 100 മില്യൺ രജിസ്റ്റേർഡ് യൂസേഴ്സായിട്ട് അവർ ഉയർത്തും എന്നാണ് അവർ പറയുന്നത്. ഇപ്പോൾ ആ ഡിവിഷൻ ലോസിലാണ് പോകുന്നത്. 2026 കഴിയുന്നതോടുകൂടി അത് പ്രോഫിറ്റിലേക്ക് ആവുമെന്നാണ് അവർ പറയുന്നത്. FY25 അവർ റവന്യൂ 21,995 crores, അതായത് 22,000 കോടിക്ക് അടുത്ത് വരെ അവർക്ക് റവന്യൂ ഉണ്ട്. നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 1445 കോടി. ഞാൻ ഈ 1000 കോടിക്ക് മുകളിൽ പ്രോഫിറ്റ് വരുന്ന കമ്പനീസൊക്കെ വലിയ ഹ്യൂജ് കമ്പനീസ് ആണ് എന്നുള്ളൊരു ഇൻഫർമേഷൻ കൊടുക്കാനാണ് ഞാൻ ഈ പറയുന്നത് എന്നുള്ളത്. അവർ റിട്ടേൺ ഓൺ ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ 17.6% ആണ്. ഈ റിട്ടേൺ ഓൺ ഇക്വിറ്റി എന്ന് പറയുന്നത്, ഈ റിട്ടേൺ ഓൺ ഇക്വിറ്റിയെ നമ്മൾ സിമ്പിളായിട്ട് പറയണമെങ്കിൽ എവറി 100 rupeesന് അപ്പോളോ ഹോസ്പിറ്റലിൽ 17.6 rupees പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നുള്ള, അതാണ് ഈ റിട്ടേൺ ഓൺ ഇക്വിറ്റിയുടെ അർത്ഥം. അപ്പോൾ ആ റിട്ടേൺ ഓൺ ഇക്വിറ്റിയുടെ കാൽക്കുലേഷനിൽ നമ്മൾ സാധാരണ ചെയ്യണമെന്ന് വെച്ചാൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ട്സിൽ എത്രയാണ് ഈ ബിസിനസ് ജനറേറ്റ് ചെയ്യണപ്പോൾ. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പനിയുടെ ഫണ്ട്സ് എന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറഞ്ഞാൽ ഇക്വിറ്റിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ ആ ടോട്ടൽ ഷെയർസ് ഓഫ് ദ കമ്പനി. അത് കൂടാതെ ചിലപ്പോൾ ഇതിൽ ഡെപ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഡെപ്റ്റിൻ്റെ പോർഷൻ മാറ്റി വെച്ചിട്ട് ആ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്സ് മാത്രം എടുത്ത് ആ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്സിന് എത്രയാണ് ആ ബിസിനസ് അല്ലെങ്കിൽ ആ കമ്പനി പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് റിട്ടേൺ ഓൺ ഇക്വിറ്റി. അതായത് സിമ്പിൾ ടേംസിൽ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്സ് എന്ന് പറഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി, ആ ഇക്വിറ്റിയിൽ ജനറേറ്റ് ചെയ്യുന്ന റിട്ടേൺ ആണ് റിട്ടേൺ ഓൺ ഇക്വിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കാൽക്കുലേഷൻ തന്നെ വരുന്നത് നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്സ്. നെറ്റ് പ്രോഫിറ്റ് ന്യൂമറേറ്ററിലും ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈഡ് ബൈ 100. ഇവിടെ നെറ്റ് പ്രോഫിറ്റ് കമ്പനിക്ക് ഞാൻ പറഞ്ഞത് 1445 കോടിയാണ്. അത് ഡിവൈഡഡ് ബൈ ഇവരെ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറയുന്നത് 8200 കോടിയാണ്. അപ്പോൾ 1446 കോടി ഡിവൈഡഡ് ബൈ 8200 കോടി മൾട്ടിപ്ലൈഡ് ബൈ 100 will give you a return on equity of 17.6%. റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് ആയിട്ടുള്ള വ്യത്യാസം വെച്ചാൽ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് നമ്മൾ നേരത്തെ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്സും നെറ്റ് പ്രോഫിറ്റും ആണല്ലോ എടുത്തത്. ഇവിടെ അതിന് പകരം ശരിക്കും പറഞ്ഞു വെച്ചാൽ ഏർണിംഗ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. ഏർണിംഗ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് നമ്മൾ ന്യൂമറേറ്ററിൽ വെക്കുന്നു, ഡിനോമിനേറ്ററിൽ നമ്മൾ ടോട്ടൽ ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്സ് പ്ലസ് ഡെപ്റ്റും കൂടെ ചേർന്ന്. അപ്പോൾ ന്യൂമറേറ്ററിൽ അത് വെച്ചിട്ട് ഡിവിഷൻ ചെയ്യുന്ന ടോട്ടൽ ക്യാപിറ്റൽ എംപ്ലോയിഡ് മൾട്ടിപ്ലൈഡ് ബൈ 100. അത് എത്രയെന്ന് വെച്ചാൽ 2500 കോടി ഡിവൈഡഡ് ബൈ 16,000 കോടി. ദാറ്റ് ഇറ്റ് സെൽഫ് ഗിവ്സ് യു 15 to 60%. അതാണ് റിട്ടേൺ ഓൺ ഇക്വിറ്റിയും റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡും. ഞാൻ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് കുറച്ച് ഫാസ്റ്റ് ആയിട്ടാണ് പോയത്, കഴിച്ചത് നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് 10:30 തന്നെ നിർത്തണം. നമ്മുടെ അടുത്ത പരിപാടി ഉണ്ട് എന്നുള്ളതാണ്. ഏറൊരു ദിവസം നമുക്ക് വേണമെങ്കിൽ റിട്ടേൺ ഓൺ ഇക്വിറ്റിയും ക്യാപിറ്റൽ എംപ്ലോയിഡും വളരെ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. സിമ്പിൾ ടേംസിൽ പറയണത് ഇതാണ് റിട്ടേൺ ഓൺ ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്സിൽ മാത്രമുള്ള റിട്ടേൺ, അത് നെറ്റ് പ്രോഫിറ്റിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറയുന്നത് ഏർണിംഗ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സസ്. അതിനെ ഈ പറയുന്ന പോലെ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്സ് പ്ലസ് ഡെറ്റും കൂടെ ചേർത്ത് ഈ പറയുന്ന പോലെ എത്രയാണ് എന്നുള്ളത് ഡിവൈഡ് ചെയ്ത് കിട്ടണേ മൾട്ടിപ്ലൈഡ് ബൈ 100. അതാണ് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ്. അപ്പോൾ ഇതൊക്കെ നല്ല രീതിയിലുള്ള ഒരു കമ്പനി തന്നെയാണ്. 100 rupees EPS ആണ്. അവർക്ക് ടോട്ടൽ ഡെപ്റ്റ് 7,864 crores ഉണ്ട്. ബട്ട് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് 2,800 കോടി ഉണ്ട് എന്നുള്ളതാണ്. വളരെ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ഇൻഡസ്ട്രിയാണ് ഡെപ്റ്റ് ഹയർ ആയിട്ട് തോന്നുന്നത്. ബട്ട് അതൊരു പ്രോബ്ലമേ അല്ല. ഇത് ഈ രീതിയിൽ തന്നെയാണ് ഈ ഇങ്ങനത്തെ ബിസിനസ്സുകൾ നടന്നു പോകുന്നത്. അതുകൊണ്ട് അതിന് ഡെപ്റ്റ് ആവശ്യമുണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് അപ്പോളോ ഹോസ്പിറ്റലാണ് ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് സ്റ്റോക്ക്. ഏതായാലും ഇന്നത്തെ ഒരു ഓപ്പണിംഗ് പറഞ്ഞ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ ഒന്നും തന്നെ ഒരു റെക്കമെൻഡേഷൻ അല്ല, ഒരു ഇൻഫർമേഷൻ പർപ്പസ് മാത്രമാണ് എന്നുള്ളത് ഓർമ്മപ്പെടുത്തുന്നു. ഇനി അടുത്ത മണിക്കൂറിൽ വീണ്ടും നിങ്ങളോടൊപ്പം ഞങ്ങളുടെ റിസർച്ച് ടീം ജോയിൻ ചെയ്യും.